ഹരേ കൃഷ്ണ വൃഥാ ഗേതേ സേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. നാരദ മഹർഷി ഭക്തിയോട് പറയുകയാണ്, എന്തിനാണ് ദുഃഖങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ കഴിയണത്? സന്തോഷമായിട്ടിരുന്നോടെ ചോദിക്കുക. ഭക്തിയെ മുൻനിർത്തിയും കൊണ്ട് നാരദ മഹർഷി നമ്മളോടാണ് ചോദിക്കുന്നത്. കാരണം നമുക്കാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദുഃഖം കഴിഞ്ഞാൽ അടുത്ത ദുഃഖം, അത് കഴിയുമ്പോഴേക്ക് വേറൊരു ദുഃഖം. മഴ പെയ്താൽ കുട എടുത്തില്ല എന്നുള്ള ദുഃഖം, മഴ പെയ്താലോ കുട ഉണ്ടായിട്ട് നനയണു എന്നുള്ള ദുഃഖം, ഇനി മഴയില്ല വിചാരിച്ചാലോ വെറുതെ കുട എടുത്തു എന്നുള്ള ദുഃഖം. ഇനിയിപ്പോൾ ആരാ ഉത്തരവാദി? കുടയെടുത്ത് മഴ പെയ്തില്ലാതെ വെറുതെ ഈ കുടയും കൊണ്ട് നടക്കുക, എന്തൊരു ബുദ്ധിമുട്ടാണ്. ദുഃഖമല്ലേ അത്? ദുഃഖമാണ്. ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല രീതിയിൽ ആണ് നമുക്ക് ദുഃഖം അനുഭവിക്കുക. നാരദ മഹർഷി പറയണു, വൃഥാഗേതേസേ, കുടയോ മഴയോ അല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം, നമ്മുടെ മനസ്സാണ്. മനസ്സാണ് ദുഃഖത്തിന് കാരണം. കുട കയ്യിൽ പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ടാണ് പഴയ കാരണവന്മാർ ഒരു കാലിൻ കുട എന്ന് പറയും, ഒരു വളഞ്ഞ കാലിലെ കുട, അത് ഷർട്ടിൻ്റെ കോളറിനെ പോലെ അവിടെ തൂക്കിയിട്ട് നടക്കും. ഒരു പ്രയാസമില്ല, കയ്യും വീശി നടക്കും. നനഞ്ഞാലും ഇല്ലെങ്കിലും അവരോട് നടന്നോളും. എന്താ കാരണം? അവർ ജീവിതത്തിൽ വരാവുന്ന അനുഭവങ്ങളെ ദുഃഖമല്ലാണ്ടാക്കാൻ ഉള്ള മനസ്സ് കൈവന്നവരാണ്. നമ്മളോടും നാരദ മഹർഷിയാണ് ചോദിക്കുന്നത്, ഈ കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ എല്ലാവർക്കും ദുഃഖമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ട് വൃഥാഗേതേസേ, എന്തിനാ ഈ ദുഃഖിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണത്? സന്തോഷമായിട്ട് ജീവിക്കൂ എന്ന് പറയുക. അതിനെന്താ വേണ്ടത്? ഈ ദുഃഖം മാറാനായിട്ട് എന്താ മാർഗം വേണ്ടത്? ഒരു മാർഗം പറഞ്ഞിരുന്നു. ഒരു കാശ് ചെലവും ഇല്ല ദുഃഖം മാറാൻ വേണ്ടിയിട്ട്, ഒരു കാശും ചിലവാക്കണ്ട. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു പ്രവൃത്തിയും മാറ്റേണ്ട ആവശ്യമില്ല. ചെറിയൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ശ്രീകൃഷ്ണചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തെ ഒന്ന് സ്മരിച്ചാൽ മതി, ദുഃഖം പൊയ്ക്കോളൂന്ന് പറയുക. ഭഗവാന്റെ പാദത്തെ സ്മരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണോ ചോദിച്ചാൽ എളുപ്പമാണ്, എന്നാൽ പ്രയാസമാണ്. പല കാര്യങ്ങളെയും നമുക്ക് ഓർക്കാൻ സാധിക്കും, പക്ഷേ ഭഗവാന്റെ പാദം ഓർമ്മയിൽ വരണമെന്നുണ്ടെങ്കിൽ വേണ്ടതെന്താ? ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ നാമം എപ്പോഴും നമ്മുടെ നാവിൻ്റെ മുകളിൽ ഉണ്ടാവണം. എന്നാൽ ആ ഗുരുനാഥൻ്റെ പാദത്തെ നമസ്കരിച്ചുകൊണ്ടിരുന്നാൽ ആ ഗുരുവായൂരപ്പൻ്റെ പാദവും എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരും. ആ ഗുരുവായൂരപ്പൻ്റെ പാദം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്കും ഒരു ദുഃഖവും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് മഴ പെയ്യില്ലേ? മഴ പെയ്യും. ഇനി കുറെടുത്തില്ലെങ്കിലോ അവർ മഴ നനയും. ഞാനിന്ന് മഴ നനയണമെന്നാണ് ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചോറ്റാനിക്കരമ്മ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പ്രാർത്ഥിച്ച് അമ്മേ നാരായണ നാമം ജപിച്ചുകൊണ്ട് മഴ നനഞ്ഞോളും ഒരു ജലദോഷവും പനിയും വരില്ല. കാരണം അവർക്ക് രക്ഷയായിട്ടുള്ളത് എൻ്റെ ചോറ്റാനിക്കരമ്മ രക്ഷയ്ക്കുണ്ട്, എൻ്റെ ഗുരുവായൂരപ്പൻ രക്ഷയ്ക്കുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചവർക്ക്. എന്ന് വിചാരിച്ച് അഹങ്കാരം കൊണ്ട് ചോറ്റാനിക്കരമ്മേനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തീനെ പോയി പിടിക്കരുത്. തീനെ പോയിട്ട് പിടിക്കുക. അമ്മയുണ്ടല്ലോ രക്ഷിക്കാൻ, അത് ഭക്തി കൊണ്ടല്ല, അത് അഹങ്കാരം കൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് അപകടമാണ് ഉണ്ടാകുക. അതിന് പകരം അമ്മയെ പ്രാർത്ഥിച്ചും കൊണ്ട് എന്ത് കാര്യം ചെയ്താലും അവിടെ രക്ഷയ്ക്കുണ്ടാവും. കൊട്ടിയൂര് ശിവേലി കണ്ടിട്ടില്ലേ? പോകാൻ പറ്റിയില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണാം. മഴ നനഞ്ഞുകൊണ്ടാണ് അവിടെ ശിവേലി. ആനി മഴ നനഞ്ഞുകൊണ്ട്, തിടമ്പെടുക്കുന്നയാളും മഴ നനഞ്ഞുകൊണ്ടാണ് 28 ദിവസം അവിടെ മഴ ഒഴിഞ്ഞു നിന്നിട്ടില്ല. അവരാരൊക്കെ പനി പിടിച്ച് കിടക്കുന്നുണ്ട്. എന്താ കാരണം? ഒരു ഭക്തി എന്ന ചിന്ത, ഈശ്വരചിന്ത മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചെയ്യണു. അവിടെ ഈ വെയില്, മഴ, ഇതൊക്കെ ഭഗവാന്റെ തന്നെ സൃഷ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ മതി, ഒരു വിഷമം ഉണ്ടാവില്ല. ശ്രീകൃഷ്ണചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി.
നാരദ മഹർഷി കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ ഭാരതത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ഭാരതത്തിൻ്റെ തെക്കേ അറ്റം മുതൽ അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങി. ഓരോ ദിക്കിലും രാമേശ്വരത്ത് പോയി, അവിടെ മുതൽ ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഓരോ ദിക്കിലും നടന്നു. പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരിയും തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ബ്രഹ്മമാണ് ഇതസ്തഥാ. നാരദ മഹർഷി എവിടെയൊക്കെ പോയാലും നാമം ജപിച്ചുകൊണ്ടേ പോകാറുള്ളൂ. അദ്ദേഹം എല്ലാ ദിക്കിലേക്കും കൊണ്ടുപോകുന്ന സമ്മാനം നാമജപമാണ്. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാണ്ട് എങ്ങനെയാണ് പോവുക? ഇവിടെ കുട്ടികളുള്ളതല്ലേ, വയസ്സായവരുള്ളതല്ലേ, അല്ലെങ്കിൽ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം പോവുകയല്ലേ എന്ന് പറഞ്ഞ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോകും. അത് നല്ലതാവുമല്ലോ എന്ന് ഉറപ്പില്ല. ലഡു കൊണ്ടുപോയാൽ പറയും അയ്യോ ഇവിടെ എല്ലാവർക്കും ഷുഗറാണ്. വല്ല സന്തോഷം ഉണ്ടാവുമോ അവർക്ക് കൊണ്ടുപോയത് കൊണ്ട്? പഴം കൊണ്ടുപോയാൽ പറയും അയ്യോ ഇവിടെ ആർക്കും പഴം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്നതൊന്നും ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അതിന് പകരം കൊണ്ടുപോകാവുന്ന ഒന്നുണ്ട്. ഒരു കട തുറന്നില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്താ? നാമം ജപിച്ചുകൊണ്ട് കയറി ചെല്ലുക. കാരണം ആ വീട്ടിൽ നിത്യനാമജപം ഇല്ലാത്ത വീടാണെങ്കിൽ പോലും നമ്മൾ കയറി ചെല്ലുമ്പോൾ നാമം ജപിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നാമജപം. നാമം കേൾപ്പിക്കുക എന്നുള്ളത് നാരദ മഹർഷി അതാണ് അത്ര പ്രസാദമായിട്ട് കൊടുക്കാറ്. എവിടെ ചെന്നു കഴിഞ്ഞാലും വൈകുണ്ഠത്തിലെ പ്രസാദം എന്താ? ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ. ശിവ രാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ. ഈ 7 നാമങ്ങളാണ് നാരദ മഹർഷി എപ്പോഴും ജപിക്കാറ്. നാരദ മഹർഷി ഭാരതം മുഴുവൻ സഞ്ചരിച്ചു ഇത്രേ. അദ്ദേഹത്തിന് നാമജപം കേൾക്കാൻ പറ്റിയില്ല. അദ്ദേഹം ജപിക്കണമെന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്, വേറെ ആരും ജപിക്കണില്ല. അദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചു. അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ നടന്ന വൃന്ദാവനത്തിലെത്തിയിത്രേ. വൃന്ദാവനത്തിലെത്തിയപ്പോൾ അവിടെ 2 വൃദ്ധന്മാർ കിടന്നുറങ്ങുക. ആ വൃദ്ധന്മാരെ ഒരു യുവതി ഉണർത്താൻ നോക്കുന്നുണ്ട്, ഉണരുന്നില്ല. നാരദ മഹർഷിയെ കണ്ടപ്പോൾ ആ യുവതി ചോദിച്ചു ഇത്രേ, ഭോ ഭോ സാധോക്ഷണം തിഷ്ടമച്ചിന്താം വിനാശയ ദർശനം തവ ലോകസ്യ സർവദാഗഹരം. ഹേ നാരദ മഹർഷി, അങ്ങയെ കണ്ടിട്ട് എത്രയോ ആളുകളുടെ ദുഃഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അങ്ങയെ കണ്ടാൽ എൻ്റെയും ദുഃഖം മാറണ്ടേ, എൻ്റെ ദുഃഖം ഒന്ന് മാറ്റിയിട്ട് പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി ചോദിച്ചു ആരാന്ന് ചോദിച്ചു. നാരദ മഹർഷിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ആ പെൺകുട്ടി ഭക്തിയായിരുന്നു. ഭക്തിസൂത്രം എഴുതിയ ആളാണ് നാരദ മഹർഷി. ഭക്തിസൂത്രം എഴുതിയ അദ്ദേഹത്തിന് ഭക്തിയെ തിരിച്ചറിയാൻ പറ്റിയില്ല വെച്ചാൽ പിന്നെ കലിയുഗത്തിൽ ആർക്കാ തിരിച്ചറിയാൻ പറ്റുക? ഭക്തി പറഞ്ഞു, നാരദ മഹർഷി ഇതെൻ്റെ മക്കളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങളാണ്, ഇവരെ ഉണർത്താനുള്ള ഒരു മാർഗം പറഞ്ഞു തരണം. നാരദ മഹർഷി വേദാന്തങ്ങൾ ഭഗവത്ഗീത മുഴുവൻ കേൾപ്പിച്ചു. ഉണർന്നില്ല. അവസാനം ഭഗവത്ഗീത പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് കണ്ണ് തുറന്നു, ജൃംബന്തവും ഒന്ന് കോട്ടുവായിട്ട് വീണ്ടും കിടന്നുറങ്ങിയത്രേ. ഉറക്കം മതിയാവാണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി കോട്ടുവായ കേട്ട് വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയുണ്ടായത് അത്രേ. ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശമാണ് ഭഗവത്ഗീത. അത് കേട്ടിട്ട് ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു മാർഗം എന്താ ഉള്ളത് എന്ന് അന്വേഷിച്ചു. നാരദ മഹർഷി ഞാൻ അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞു. നാരദ മഹർഷിക്ക് അറിയുന്ന മാർഗങ്ങൾ, ഓർമ്മയിലുള്ള മാർഗങ്ങൾ മുഴുവൻ അദ്ദേഹം പ്രയോഗിച്ചു. അപ്പോൾ ഭക്തി ചോദിക്കുകയാണ്, നാരദ മഹർഷി അങ്ങേക്ക് അറിയാത്തതായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവുമോ? അപ്പം നാരദ മഹർഷി പറഞ്ഞു, അറിവിൻ്റെ കാര്യത്തിൽ ആരും പൂർണ്ണരല്ല. നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയൊരു കാര്യം അറിയുമ്പോഴേക്ക് തന്നെ അയ്യോ ഞാനിത് പിടിച്ചു എനിക്കറിയാം എന്ന് പറയുകയാണെങ്കിൽ നാരദ മഹർഷി പറയുക എനിക്കറിയില്ല, ഞാൻ സജ്ജനങ്ങളോട് ചോദിച്ചു വരാം. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി ഇത്രേ. ഏതോ സൽക്കർമ്മ. നാരദ മഹർഷി ഒരു സൽക്കർമ്മം ചെയ്യൂ. ഇപ്പം ചെയ്തൊക്കെ സൽക്കർമ്മല്ലേ? വേദവും വേദാന്തവും ഭഗവത്ഗീതയും ഇതൊക്കെ കേൾപ്പിച്ചത് സൽക്കർമ്മമാണല്ലോ. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു സൽക്കർമ്മം ഏതാ ഉള്ളത്? അപ്പോൾ അടുത്തൊരു അശരീരി കേട്ടു ഇത്രേ, സജ്ജനങ്ങളെ കാണും, അവർ ഉപദേശിച്ചു തരുമെന്ന്. നാരദ മഹർഷി തന്നെ മഹാസജ്ജനമാണ്. ഭക്തന്മാരിൽ രണ്ടാമനായിട്ടുള്ള ആളാണ് നാരദ മഹർഷി. ഭക്തന്മാരുടെ പേര് പറയുമ്പോൾ പ്രഹ്ലാദ, നാരദ, പരാശര, പുണ്ടരീക, രഘു, അംബരീഷ, അങ്ങനെയാണ് ഭക്തന്മാരുടെ പേര് പറയുക. പ്രഹ്ലാദ, നാരദ. പ്രഹ്ലാദനാണ് ഒന്നാമനായിട്ട്, പിന്നെ അടുത്ത് നാരദനാണ്. ആദ്യം നാരദരായിരുന്നു അത്രേ.
പിന്നെ പ്രഹ്ലാദൻ്റെ ഭക്തി കണ്ട് നാരദ മഹർഷി സ്വയം ഞാൻ 2ാം സ്ഥാനത്ത് നിന്നോളാം എന്ന് പറഞ്ഞതാണ്. നാരദ മഹർഷി തന്നെയാണ് ഒന്നാമനായിട്ടുണ്ടായിരുന്നത്. അതേ നാരദ മഹർഷിയാണ് പ്രഹ്ലാദൻ മതി ഒന്നാമനെ എന്ന് പറഞ്ഞ പ്രഹ്ലാദനെ മുമ്പിലേക്ക് നിർത്തിയത്. അപ്പോൾ ഈ നാരദ മഹർഷിയോട് ഭക്തി ചോദിച്ചു അത്രേ, കലിയുഗത്തിൻ്റെ പ്രഭാവം കൊണ്ടാവൂലേ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു വാർദ്ധക്യം? എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയൂ, ഞാൻ വളരെ ഉന്മേഷവതിയായിരുന്നു. എൻ്റെ കുട്ടികൾ 5 വയസ്സുള്ള കുട്ടികളായിരുന്നു. ഇന്ന് വയസ്സന്മാരായിട്ട് കിടക്കുന്നവർ മുമ്പ് കുട്ടികളായിരുന്നു. ഉൽപ്പന്നാതിരുടെ സാഹം വൃദ്ധിം കർണാടകേകത കുജിൻ കുജിൻ മഹാരാഷ്ട്രേ ഗുർജരേജി എണ്ണതാങ്കത. ദ്രാവിഡ ദേശത്തൂടെ നടക്കുമ്പോൾ, കേരളം തമിഴ്നാട്ടിലൊക്കെ നടക്കുന്ന സമയത്തേ എൻ്റെ ഈ മക്കൾ കുട്ടികളായിരുന്നു അത്രേ. 5 വയസ്സുള്ള കുട്ടികളായിട്ട് ഓടിച്ചാടി നടക്കുകയായിരുന്നു. കർണാടകയിലെത്തിയപ്പോഴേക്കും അവർ കുറച്ച് വലുതായി. വൃദ്ധിം കർണാടകേകത കൊജിൻ കൊജിൻ മഹാരാഷ്ട്രയിലെത്തിയപ്പോഴേക്കും കുറച്ചുകൂടി വലുതായി. ഗുജറാത്ത് തരണം ചെയ്ത് മധ്യപ്രദേശിലേക്ക് കടന്നു അത്രേ. മധ്യദേശത്തേക്ക് നടന്നപ്പോഴേക്കും, മധ്യഭാരതത്തിലേക്ക് നടന്നപ്പോഴേക്കും എൻ്റെ കുട്ടികളും ഞാനും വൃദ്ധരായിട്ട് മാറി. എനിക്കും ലവലേശം നടക്കാൻ പറ്റാണ്ടായി എന്ന് പറയുക. വയ്യാണ്ട് കിടന്നു. അവിടെ കിടന്നാൽ പറ്റില്ലല്ലോ, എന്നാൽ സഞ്ചരിക്കണ്ടേ. ഭക്തിയോട് സഞ്ചരിക്കാനാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, അടങ്ങിയിരിക്കാനല്ല. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് സാവധാനത്തിൽ വേച്ച് നടന്ന് ഉത്തരഭാരതത്തിലെത്തി എന്ന് പറയുക. ഉത്തർപ്രദേശിലെത്തിയപ്പോൾ അവിടെ യാമുനം തടമാപന്ന യമുനാ തീരത്തെത്തി. യമുനാ തീരത്തെത്തിയപ്പോഴാണ് അവിടെ എൻ്റെ ആ വാർദ്ധക്യം അങ്ങോട്ട് മാറിയിട്ട് ഞാൻ ഇന്ന് കാണുന്ന യുവതിയായിട്ട് മാറി. എൻ്റെ നാരദ മഹർഷി വൃദ്ധയായിട്ടുള്ള ഞാൻ യമുനാ തീരത്തെത്തിയപ്പോൾ എങ്ങനെ യുവതിയായിട്ട് മാറി? പക്ഷേ എൻ്റെ മക്കൾ വൃദ്ധരാണ്. അപ്പോൾ നാരദ മഹർഷി പറയുക, ഈ യമുനാ തീരത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരോടൊപ്പം രാസലീലയാടിയ ധന്യമായിട്ടുള്ള വൃന്ദാവനം ഉള്ളത്. ധന്യം വൃന്ദാവനം തേന ഭക്തിർ നൃത്യതിയത്ര ച. ഭക്തി നൃത്തം ചെയ്ത സ്ഥലമാണ് വൃന്ദാവനം. അവിടെ എത്തിയാൽ പിന്നെ ഭക്തിക്ക് ഉത്കർഷം ഉണ്ടാവില്ലേ ചോദിക്കുക. പക്ഷേ എൻ്റെ മക്കൾ ജ്ഞാനം വൈരാഗ്യം. ഭക്തി എങ്ങനെയുള്ള ഭക്തിയാവണം നമുക്ക് വേണ്ടത്? ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയ ഭക്തിയാവണം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്, സ്വീകരിക്കാനുള്ള മനസ്സ്, ആ അറിവാണ് ജ്ഞാനം. എന്നാൽ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്തി. നമ്മൾ മലയാളത്തിൽ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം, വിരോധം എന്ന് പറയാറില്ലേ, അതിൻ്റെ വേറൊരു ഭാവം തന്നെയാണ്. എന്താ? എനിക്ക് വേണ്ടതല്ല എന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കുന്ന ഭാവമാണ് വൈരാഗ്യം. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് ചീത്ത പറയുകയോ അടിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ അങ്ങോട്ടും കേൾക്കേണ്ടി വരും. പക്ഷേ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പായസം കുറേ കഴിച്ചു, ഇനി പായസമൊന്നും കഴിക്കണമെന്ന് മോഹമില്ല, പ്രസാദമാണെങ്കിൽ ഒരു ലേശം തന്നോളൂ. പായസത്തിനോട് വിരക്തി വന്നു. ഷുഗർ വന്നിട്ട് നിർത്തിയാൽ അത് വൈരാഗ്യമാവില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞ് നിർത്തിയാൽ വൈരാഗ്യമാവില്ല. അത് കണ്ടാൽ കഴിക്കണമെന്ന് മോഹം ഉണ്ടാവും. അനുഭവിച്ച് മതി എന്ന് തോന്നുക. ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ മുത്തശ്ശിമാരൊക്കെ പറയും, അമ്മേ കല്യാണമാണ് അവിടേക്ക്, നിങ്ങൾ പൊക്കോളൂ, ഞാൻ അങ്ങനെ ആഘോഷങ്ങൾക്കൊന്നും വരണില്ല എന്ന് പറയും. എൻ്റെ അവർക്ക് വന്നാൽ ആഘോഷം കാണാൻ മോഹമില്ല എന്നിട്ടല്ല, വേണ്ട അച്ചു. കുറേ കല്യാണങ്ങൾക്കും പിറന്നാളുകൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ പോയി ഇനി മക്കളെ ആരാച്ചാൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ആരോഗ്യമില്ലാണ്ട് നടക്കാൻ വയ്യാണ്ട് ഇരുന്നിട്ട് നിങ്ങൾ പൊക്കോളൂ പറഞ്ഞാൽ അത് വൈരാഗ്യമല്ല. മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും ഇനി എനിക്ക് ആവാ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുള്ള വിരക്തി. ഇതുപോലെ ലോകത്തിൽ ഓരോന്നിനെയും നമ്മൾ സ്വീകരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ അതിനോട് വിരക്തി വരണം. ഇപ്പോൾ മരിക്കുന്നത് വരെ 99-ാം വയസ്സിലാണ് മരിക്കണമെന്ന് വിചാരിച്ചാൽ അത്രയും കാലം ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതില്ല. ഒരു കാലം കഴിഞ്ഞാൽ റിട്ടയർഡായിട്ട് അടുത്ത തലമുറയ്ക്ക് വഴിമാറി കൊടുക്കണം. എന്താ? ഈ വിരക്തി, ഇനി ആ ചിന്തകളൊന്നുമില്ല. റിട്ടയർഡായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ പോയിട്ട് ഓഫീസിൻ്റെ ചിന്തയൊന്നുമില്ല, അതൊക്കെ വിട്ടു സ്വസ്ഥമായിട്ട് മറ്റു വിഷയങ്ങളിലേക്ക്, ഈശ്വര കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. കർമ്മങ്ങളോടൊക്കെയുള്ള വിരക്തി, ഈ ഈശ്വരനിലേക്കുള്ള ആസക്തി, അതാണ് ജ്ഞാനവൈരാഗ്യം. നമുക്കിപ്പോൾ അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ പൂർണ്ണമായ ഒരു വിരക്തി വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അമ്പലത്തിൽ തൊഴുതിട്ട് എത്ര ഈ സമയമായി പുറത്തേക്ക് പോകാൻ സമയമായി എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഭഗവതിയെ തൊഴുന്നത്.
അല്ലേ? ഇപ്പോൾ തിരക്കൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ ഒരു 15 മിനിറ്റ് അവിടെ ആ നടക്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. തിരക്കുണ്ടെങ്കിൽ നിൽക്കരുത്. കാരണം തിരക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് വഴി മാറി കൊടുക്കണം. ഇനി ആരുമില്ല, തിരക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നടപ്പന്തലിൽ ഇരുന്നിട്ട് കുറച്ച് നേരം ജപിക്കുക. ഇത് സമയമില്ലേ എനിക്ക്? കാരണം എന്താ, അമ്മയുടെ ഒരു 1000 നാമം ജപിക്കാൻ സമയമില്ല. അപ്പുറത്തേക്ക് പുറത്ത് പോയിട്ട് തിരക്കുണ്ട്, വൈരാഗ്യമൊന്നും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സഹസ്രനാമം ചെല്ലണം, അത് ഉത്തമമാണ് എന്ന ജ്ഞാനമുണ്ട്, അറിവ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. ഭാഗവതം വന്നിരുന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അപ്പുറത്ത് മറ്റു പരിപാടികളൊന്നും ഇല്ല എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അതെ നീ അത് കേട്ടിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ, നാളെ മുതൽ ആരംഭിക്കുകയാണ്, 7 ദിവസവും ഭാഗവതം ഇവിടുന്ന് ഞാൻ കേൾക്കും എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് മറ്റ് ജോലികളിൽ നിന്നൊക്കെ വിരക്തി വേണം. എന്നാലേ പൂർണ്ണമായിട്ട് ജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കുള്ളൂ. ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയുള്ള ഭക്തി, ആ ഭക്തി ഉണ്ടാവണം. ഇവിടെ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് വാർദ്ധക്യമാണ്. നാരദ മഹർഷി പറഞ്ഞു, കലിയുടെ പ്രഭാവം കൊണ്ടാണ് ഭക്തിക്ക് ഇങ്ങനെ വാർദ്ധക്യം വന്നത്. കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെയാവാനുള്ള മാർഗങ്ങളെ മുഴുവൻ തടയുക. അത് കലിയുടെ സ്വഭാവമാണ്. അതിനായിട്ട് കലി പല പല ആളുകളെ പറഞ്ഞയക്കും. ഇപ്പോൾ ഭാഗവതം പറഞ്ഞു തരാനായിട്ട് നമുക്ക് ആളുകൾ വരുന്നത് പോലെ നമുക്ക് വേണ്ടാത്തത് പറഞ്ഞു തരാനും ആൾക്കാർ വരും. അല്ലേ? നല്ലത് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടല്ലോ. നമുക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അധ്യാപകന്മാരുണ്ട്. ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എൻക്വയറി കൗണ്ടർ ഉണ്ടാവും, ഒരാൾ ഇരിക്കുന്നുണ്ടാവും. ആ എൻക്വയറിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ്റെയും കുറിച്ചും വിശദമായിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെ നല്ലത് പറഞ്ഞു തരാൻ ആളുണ്ടെങ്കിൽ അപ്പുറത്തെ വഴി തെറ്റിക്കാനും ആളുണ്ട്. നാമം ജപിക്കരുത് എന്ന് പറയാനും, ബസ്സിന് പോയിട്ട് കല്ലെറിയൂ എന്ന് പറയാനും, മറ്റുള്ളവർ ഉപദ്രവിക്കൂ എന്ന് പറയാനും അതിനും ആൾക്കാരുണ്ട്. അവർ കൂടി വരും കലിയുഗത്തിൽ. കാരണം എന്താ, കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുടെ സ്വഭാവം മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഈ കാലത്തുണ്ടാവും. കലികാലം ദോഷമാണ് എന്ന് നമ്മളൊക്കെ പറഞ്ഞാലും ഭാഗവതം പറയണു കലിയുഗം നല്ലതാണ്. യുഗം 4ലും നല്ലോ കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും. മറ്റു യുഗങ്ങളിലൊക്കെ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു യാഗം ചെയ്യണം. ത്രേതായുഗത്തിൽ എല്ലാവരെ കൊണ്ട് സാധിക്കില്ല. ദ്വാപരയുഗത്തിൽ പൂജ ചെയ്യണം, അതും എല്ലാവരെ കൊണ്ട് സാധിക്കില്ല. കൃതയുഗത്തിൽ തപസ് ചെയ്യണം, അതും എല്ലാവർക്കും പറ്റില്ല. പക്ഷേ കലൗത ഹരികീർത്തനാത്, കലിയുഗത്തിൽ നാമജപം മാത്രം മതി, അതെല്ലാവർക്കും പറ്റും. ഒരറിവില്ലാത്തവർക്കും ഒരു സമ്പത്തില്ലാത്തവർക്കും. അയ്യോ എനിക്ക് ഭഗവതിയെ തൊടാൻ വരുമ്പോഴേ വഴിപാട് കഴിക്കാൻ കാശൊന്നുമില്ല കയ്യിൽ. എന്നാൽ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വഴിപാടെന്താ? നാമപ്രദക്ഷിണം. നാമം ചൊല്ലിയും കൊണ്ട് അങ്ങനെ പ്രദക്ഷിണം ചെയ്യുക. വല്ല ചിലവുണ്ടോ? കാശുണ്ടെങ്കിൽ വഴിപാട് നടത്തിക്കോളും. 20 റുപ്യ ഉണ്ടെങ്കിൽ അർച്ചന നടത്തിക്കോളും. ഇനി അല്ല 2000 റുപ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ വഴിപാട് നടത്തിക്കോളും. ഇനി അല്ല 24,000 റുപ്യ ഉണ്ടെങ്കിൽ വലിയ ചുറ്റുവിളക്കണ നടത്തിക്കോളും. കുഴപ്പമൊന്നുമില്ല. ഉള്ളവർക്ക് അതൊക്കെ ചെയ്യാം. ഇനി ഇല്ലാത്തവർക്ക് വഴിപാട് കഴിക്കണ്ടേ? ചെയ്യാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓരോ പ്രദക്ഷിണം കൊണ്ടും നമ്മുടെ ഓരോ പാപങ്ങൾ അങ്ങനെ കുറഞ്ഞു വരിക. പ്രദക്ഷിണത്തിൻ്റെ മന്ത്രം തന്നെ മനസ്സിലാക്കിയാൽ മതി. ഓരോ അടി വയ്ക്കുമ്പോഴും പാപങ്ങളങ്ങനെ അലിഞ്ഞില്ലാണ്ടാവുക ചെയ്യുക. ഒരു നല്ല കർപ്പൂരാണെങ്കിൽ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ അതില്ലാണ്ടാവും, അതങ്ങനെ അലിയും. ഇപ്പം കിട്ടുന്ന കർപ്പൂരം അങ്ങനെ വെച്ചാൽ അലിഞ്ഞോളണമെന്നില്ല. കാരണം കർപ്പൂരമല്ല അതിൽ കൂടുതൽ മെഴുകും കാര്യങ്ങളൊക്കെയാണ്. നല്ല കർപ്പൂരം എങ്ങനെയാണ് അറിയുക? വായുവിൽ അവിടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ പരമാവധി 2 മണിക്കൂർ അത് അലിഞ്ഞില്ലാണ്ടാവും. അത് അങ്ങനെയുള്ള കർപ്പൂരമാണ് നല്ല കർപ്പൂരം. നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ അടുത്തുകൊണ്ട് പോവുക വേണ്ടു, ചാടി പിടിച്ചോളും. ഈ പെട്രോളൊക്കെ തീ പിടിക്കുന്ന പോലെ തീ അടുത്തുകൊണ്ട് ഉണ്ടായാൽ നല്ലത്. അത് കർപ്പൂരം അലിഞ്ഞു പോണതുപോലെ നീഹാരം യുവ ഭാസ്കര എന്ന ഭാഗവത്തിൽ പറയും. സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ മഞ്ഞുതുള്ളി ഉരുകി മഞ്ഞ് വെള്ളമായിട്ട് മാറുന്നത് പോലെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പാപങ്ങളൊക്കെ അരിഞ്ഞു പോവും. കൂട്ടത്തിൽ നാമജപം കൂടിയായാലോ പുണ്യം വർദ്ധിക്കുകയും ചെയ്യും.
ആ പുണ്യം വർദ്ധിക്കും. ഈ പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നല്ല ചിന്തയുണ്ടാവുക, നല്ല പ്രവൃത്തി മാത്രം ചെയ്യുക, നല്ലത് മാത്രം പറയാൻ സാധിക്കുക, നല്ലത് മാത്രം കേൾക്കേണ്ടി വരിക. ഇതെല്ലാം പുണ്യം നേടിയാലേ പറ്റുള്ളൂ. അയ്യോ, ഞാൻ ആരും ചീത്ത പറയണില്ല, ശരി, അത് പുണ്യത്തിൻ്റെ ഒരു ഭാഗമേ ഉള്ളൂ. അപ്പുറത്ത് ചീത്ത കേൾക്കേണ്ടി വന്നാലോ? നാവ് കൊണ്ട് പറഞ്ഞില്ലേ, പക്ഷേ ചെവി കൊണ്ട് ചിലപ്പോൾ കേൾക്കേണ്ടി വരും. കാരണം നമ്മളൊരു വഴിക്ക് പോകുമ്പോഴും അപ്പുറത്തുനിന്ന് ഒരാൾ മദ്യപിച്ചിട്ട് ബഹളം വെക്കണത്, ആ ബഹളം മുഴുവൻ നമ്മൾ ചീത്ത വാക്കുകൾ അയാൾ പറയുമ്പോൾ അതൊക്കെ ചെവിയിൽ കേൾക്കേണ്ടി വരണില്ലേ? അങ്ങനെ കേൾക്കേണ്ടി വന്നാൽ അത് പുണ്യം എന്ന് പറയാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് കേൾക്കണേനല്ലേ പുണ്യം എന്ന് പറയുക. അപ്പോൾ ചെവി കൊണ്ട് കേൾക്കണതും നാവ് കൊണ്ട് പറയണതും നാവ് കൊണ്ട് രുചിക്കുന്ന ഭക്ഷണവും അതുപോലെ നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ നല്ല സ്ഥലങ്ങളാവുക, നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളാവുക, ഇതെല്ലാം പുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. നാമം, പ്രദക്ഷിണം, ഇതുകൊണ്ട് എല്ലാ പുണ്യങ്ങളും സാധിക്കും. ഇനി പ്രദക്ഷിണം ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. ഇവർക്ക് തീരെ നടക്കാൻ വയ്യ, വേണ്ട ഇരിക്കുന്നോടത്ത് ഇരുന്ന് നാമം ജപിച്ചോളൂ. നിലത്തിരിക്കാൻ വയ്യ, വേണ്ട നിന്ന് നാമം ജപിച്ചോളൂ. ഈ കിടക്കയിൽ കിടക്കുകയാണ്, എണീക്കാൻ വയ്യ, വേണ്ട കിടന്ന് നാമം ജപിച്ചോളൂ. അവിടെ ഒരു തടസ്സവും പറയാൻ പറ്റില്ല നാമജപത്തിന്. ഇപ്പോൾ ഇന്ന് പോയിട്ടൊരു പൂജ കഴിക്കണം എന്ന് പറഞ്ഞാൽ കുളിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പൂജ കഴിക്കാൻ പറ്റുമോ? നാമം ജപിക്കാൻ ഒരു തടസ്സവും ഇല്ല, ആർക്കും തടയാൻ പറ്റൂല നാമജപത്തെ. കാരണം പുറത്തേക്ക് ശബ്ദം കേട്ടില്ലെങ്കിലും ഉള്ളിൽ കൃഷ്ണ 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 എന്ന് മനസ്സിലെങ്കിലും ജപിക്കാൻ സാധിക്കും. അത് നാമത്തിൻ്റെ പ്രത്യേകത. കലിയുഗത്തിൽ ഈ നാമം മാത്രം മതി. ആ ഭഗവാന്റെ നാമം ജപിച്ച ഗോപികമാരുടെ സന്നിധിയായിട്ടുള്ള വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഭക്തിക്ക് യൗവനം കിട്ടി. മക്കൾക്ക് യൗവനം കൊടുക്കാനായി നാരദ മഹർഷി നടന്ന് പോയി ഓരോ ദിക്കിലും കാണുന്ന സജ്ജനങ്ങളോട് ചോദിക്കും. അവസാനം ബദ്രീനാഥ ക്ഷേത്രത്തിലെത്തി. ബദ്രീനാഥ് ക്ഷേത്രത്തിലെത്തിയപ്പോൾ സനകാദി മഹർഷിമാരെ കണ്ടു. അവരോട് ചോദിച്ചപ്പോൾ സനകാദികൾ പറഞ്ഞു, നാരദരെ, പണ്ട് വിഷമിച്ചിരിക്കുന്ന വേദവ്യാസനോട് ഭാഗവതം എഴുതിക്കോളാൻ പറഞ്ഞത് അങ്ങല്ലേ? ആ ഭാഗവതം എഴുതിയപ്പോൾ വേദവ്യാസർക്ക് എല്ലാ വ്യസനങ്ങളും മാറിയല്ലോ. ഇതുപോലെ അങ്ങ് ആ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഭാഗവതം കേൾപ്പിച്ചു കൊടുക്കൂ. എങ്ങനെ വേണം? സപ്താഹം ശുഗാദിഭി, ശ്രീ ശുഗബ്രഹ്മർഷി പാടിയതുപോലെ സപ്താഹമായിട്ട് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പം നാരദ മഹർഷി ചോദിച്ചു, സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷ്യതേ, എല്ലാ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരമല്ലേ ഭാഗവതം? അപ്പം ഞാൻ വേദവും വേദാന്തവും ഇതിഹാസങ്ങളും ഒക്കെ കേൾപ്പിച്ചുല്ലോ. അത് പോരെ ചോദിച്ചു. പോരാന്ന് പറഞ്ഞു. ഇക്ഷൂണാം ആദിമധ്യാന്തം ശർക്കരാവ്യാപിതിഷ്ഠതി, കരിമ്പിൻ്റെ എല്ലാ ഭാഗത്തും മധുരമുണ്ട് എന്ന് വിചാരിച്ച് മധുരത്തിൻ്റെ ആവശ്യത്തിന് കരിമ്പ് ഉപയോഗിച്ചാൽ പോരാ, കരിമ്പിൽ നിന്നും സാരം എടുക്കണം. ഇതുപോലെ വേദത്തിൻ്റെ സാരമാണ് ഭാഗവതം. മധുരത്തിന് കരിമ്പിനെ സംസ്കരിച്ച് ശർക്കരയാക്കി ഉപയോഗിക്കുന്നത് പോലെ വേദാന്തങ്ങളെ സംസ്കരിച്ചെടുത്തതാണ് ഭാഗവതം. ഭാഗവതം തന്നെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. ശരി, സനകാദികളോട് ഒരു സപ്താഹം നടത്താൻ പറഞ്ഞു. സനകാദികൾ പറഞ്ഞു, നമ്മൾ നിൽക്കുന്നത് ബദരീനാഥത്തിലാണ്. ബദരീനാഥം തപോഭൂമിയാണ്. നമുക്ക് എവിടെ പോകണം? ഹരിദ്വാറിൽ പോവാം. ഹരിദ്വാറിൽ വന്ന് അവിടെ വെച്ചിട്ട് സനകാദികൾ ആചാര്യന്മാരായി ഭാഗവതം ആരംഭിച്ചു. നാരദ മഹർഷി ശ്രോതാവായിട്ടിരുന്നു. അപ്പോഴേക്കും മുമ്പൊരിക്കൽ സപ്താഹം നടത്തിയപ്പോൾ വരാൻ പറ്റാത്തവരാണ് ദേവന്മാർ. അവർ ഹരിദ്വാറിലേക്ക് സപ്താഹം കേൾക്കാൻ വന്നു. അതാരാ? മുമ്പ് സപ്താഹം നടത്തിയിട്ട് വരാൻ പറ്റാത്ത ദേവന്മാർക്ക് എന്തേ പറ്റിയത്? ആദ്യമായിട്ട് സപ്താഹരൂപത്തിൽ ഭാഗവതത്തെ അവതരിപ്പിച്ചത് ശ്രീ ശുഗബ്രഹ്മർഷിയാണ്. ഗംഗാതീരത്ത് വെച്ചിട്ട് പരീക്ഷത്തിൻ്റെ മുമ്പിൽ ഭാഗവതം പറയുക. അവിടെ ധാരാളം ആചാര്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പുരാണങ്ങളും ഭാഗവതവും ഒക്കെ അറിയുന്ന ആചാര്യന്മാർ ഉണ്ടായിരുന്നു. ദേവന്മാരും അവിടെ വന്നു. അപ്പോൾ ദേവന്മാർ നോക്കുമ്പോൾ അവിടെ മണലാണ് നദീതീരത്ത്. ആ ഗംഗാതീരത്തിലെ മണൽപ്പരപ്പിൽ ഇരുന്ന് ഭാഗവതം കേൾക്കാൻ ദേവന്മാർക്ക് സമ്മതമായില്ല. കാരണം അവർ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്ന് ശീലിച്ചവരാണ്.
അപ്പം അതുകൊണ്ട് അവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞു അത്രേ, ഈ പരീക്ഷത്തിന് ഇനിയിപ്പോൾ അങ്ങ് ഭാഗവതം കൊടുക്കാൻ നിൽക്കുകയൊന്നും വേണ്ട, 7 ദിവസം കൊണ്ട് ഞങ്ങൾ സ്വർഗത്ത് നിന്ന് അമൃത് കൊണ്ടുതരാം, അത് കൊടുത്തോളൂ, എന്നിട്ടോ അങ്ങ് ഭാഗവതം പറയാൻ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ അമൃത് എവിടെ കിടക്കണോ, ഈ ഭാഗവതാമൃത് എവിടെ കിടക്കണോ ചോദിച്ചു ശ്രീ ശുഖബ്രഹ്മർഷി. ക്വ സുധാലോകേ ക്വ കഥ. ഈ സുധ അമൃത്, നിങ്ങൾ കൊണ്ടുവന്ന അമൃത്, ക്വ കാജ, അത് കാജമാണെന്നാ. സ്വർണത്തിൻ്റെ നിറം മാത്രമേ ഉള്ളൂ. പണയം വെക്കാൻ കൊണ്ടുപോയാൽ പോലീസ് പിടിക്കും. കാരണം എന്താ, മൂല്യമില്ല, സ്വർണത്തിൻ്റെ നിറം മാത്രമേ ഉള്ളൂ. അതാണ് സ്വർഗത്തിലെ അമൃത്. എന്നാൽ ക്വ കഥ, ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പോണ ഭാഗവത കഥ എന്ന് പറഞ്ഞാൽ മണിർമഹാൻ, ഇത് വിലമതിക്കാനാവാത്ത രത്നമാണ് ഈ ഭാഗവതം. അതുകൊണ്ട് നിങ്ങളുടെ അമൃത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ദേവാൻ ജഹാസ, ദേവന്മാരെ കളിയാക്കി പറഞ്ഞയച്ചു അത്രേ. വിലമതിക്കാനാവാത്ത ഒരു രത്നത്തിന് സ്വർണത്തിൻ്റെ നിറമുള്ള 100 രൂപയ്ക്ക് വാങ്ങണ ഒരാഭരണം കൊണ്ടുവന്നിട്ട് പറയുക അതേ വലുപ്പത്തിലുള്ള സ്വർണം തരാൻ. ഏവം വിനിമയേ രാജ്ഞ സുധാ രാജ്ഞ പ്രപീയതാം പ്രവാസിയമേ വയം സർവേ ശ്രീമൽ ഭാഗവതാമൃതം. ഈ ഭാഗവതമായ അമൃതിൻ്റെ മുമ്പിൽ നിങ്ങളുടെ സ്വർഗത്തിലെ അമൃതിന് ഒരു വിലയില്ല എന്ന് പറഞ്ഞു ദേവന്മാരെ പറഞ്ഞയച്ചു. അന്ന് ദേവന്മാർക്ക് പറ്റിയില്ല ഭാഗവതം കേൾക്കാൻ, സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്ന് കേൾക്കാൻ മോഹിച്ചു. പക്ഷേ ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ, രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാ ധാതാവി വിസ്മിത. 7 ദിവസത്തെ ഭാഗവതം കേൾക്കുക കാരണം പരീക്ഷത്തിന് മുക്തി കിട്ടി. പരീക്ഷത്തിന് മുക്തി കിട്ടിയപ്പോഴാണ് ബ്രഹ്മാവ് പോലും എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പോലും എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദേവന്മാരുടെ കാര്യം പറയണോ? ബ്രഹ്മാവ് പോലും അത്ഭുതപ്പെട്ടു എന്ന് പറയുക. കാരണം ഒരിക്കലും ഗതി കിട്ടാൻ നിവൃത്തിയില്ലാത്ത 3 മഹാദോഷങ്ങളാണ് പരീക്ഷത്തിനുള്ളത്. സജ്ജന നിന്ദ, ബ്രാഹ്മണ ശാപം, പാമ്പ് കടിയേറ്റുള്ള മരണം. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ ജീവന് ഗതി കിട്ടില്ല. ഇത് 3 പരീക്ഷത്തിനുണ്ടായിട്ടും പരീക്ഷത്തിന് ഭാഗവതം കൊണ്ട് ഗതി കിട്ടിയെന്നുണ്ടെങ്കിൽ എന്തായി ഭാഗവതത്തിൻ്റെ മഹത്വം? ഇത്രയ്ക്ക് മഹത്വമുള്ള ഗ്രന്ഥമാണോ ഭാഗവതം എന്ന് ബ്രഹ്മാവ് ഒരു തുലാസ് എടുത്തു വെച്ചു അത്രേ. സത്യലോകേ തുലാം ബുദ്ധ്വാ തോരയിൽ സാധന അന്യജ ലഘൂനന്യാനുജാതാനി ഗൗരവേണ ഇതം മഹത്. ഒരു തുലാസെടുത്ത് ഒരു തുലാസിൽ സകല ഗ്രന്ഥങ്ങളും എടുത്തു വെച്ചു, മറ്റൊരു തട്ടിൽ ഭാഗവതം എടുത്തു വെച്ചു. ഭാഗവതം ഇരുന്ന തട്ടിന് ഗുരുത്വം കൂടുതലായിട്ട്, മഹത്വം കൂടുതലായിട്ട് കണ്ടു. അന്ന് മുതൽ ദേവന്മാർ നിശ്ചയിച്ചു അത്രേ, എവിടെ ഭാഗവതം ഉണ്ടെങ്കിലും ഞങ്ങളവിടെ പോയിരിക്കും എന്ന്. ആ നിശ്ചയമാണ് ഹരിദ്വാറിൽ സനകാദികൾ നടത്തുന്ന ഭാഗവതത്തിലേക്കും ദേവന്മാരെ എത്തിച്ചത്. ദേവരാജാവായിട്ടുള്ള ദേവേന്ദ്രൻ വിമാനാനി സമാരുഹ്യ കിയന്തോ ദേവനായക എന്നാ പറഞ്ഞത്. ആ വിമാനം കൊണ്ടുവന്നു അത്രേ ദേവനായകൻ. വിമാനത്തിൽ വന്നു. എങ്ങനെ? ദേവന്മാരോടും കൂടി മാത്രമല്ല, കൽപ്പവൃക്ഷ പ്രസൂനി, കൽപ്പവൃക്ഷവുമായിട്ട് വന്നു അത്രേ. ഈ ഭാഗവതം നടക്കുന്ന ദിക്കിൽ ഒന്നിനും ഒരു കുറവുണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പവൃക്ഷവും ഉണ്ടാവുന്നത്. നാരദ മഹർഷി ആണല്ലോ അവിടെ നടത്തുന്ന ആള്, സപ്താഹം നടത്താൻ പറഞ്ഞയാള്. നാരദ മഹർഷി ഓരോരുത്തർക്കും വേണ്ടതായ സൗകര്യം ചെയ്തു കൊടുത്തു അത്രേ. ഏകഭാഗേ സ്ത്രീ, ഒരു ഭാഗത്ത് സ്ത്രീകൾ, മറ്റൊരു ഭാഗത്ത് ഋഷീശ്വരന്മാർ, ഒരു ഭാഗത്ത് യുവാക്കൾ, ഒരു ഭാഗത്ത് കുട്ടികൾ, ഒരു ഭാഗത്ത് നദികൾ, ഒരു ഭാഗത്ത് ദേവന്മാർ. ഇങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി ഓരോരുത്തർക്കും ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അത്രേ. ആർക്ക് വന്നു കഴിഞ്ഞാലും ദേവന്മാരെവിടെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ മതി, സർവ്വദേവീഭ്യൂതം എല്ലാ ദേവന്മാരെയും തൊടാം. ഋഷീശ്വരന്മാരെ നമസ്കരിക്കണമെങ്കിൽ ഒരു മഹർഷി ഇവിടെയും ഒരു മഹർഷി അപ്പുറത്തും പോയിരുന്നു കഴിഞ്ഞാൽ ഓരോരുത്തരെയും കണ്ടുപിടിച്ച് തൊഴാൻ പ്രയാസമാവും. അപ്പോൾ ഋഷീശ്വരന്മാരൊക്കെ ഒരു ഭാഗത്താണെങ്കിൽ ഒന്നിച്ച് സർവ്വഋഷിഭ്യോതമായ എല്ലാ ഋഷീശ്വരന്മാരെയും നമസ്കരിക്കണമെന്ന് പറയാം. സ്ത്രീകളെ നമസ്കരിക്കുക വലിയൊരു പുണ്യമാണ്. സ്ത്രീകളെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയും ആരാണ്? ചോറ്റാനിക്കര അമ്മ തന്നെയാണ്. യാ ദേവി സർവഭൂതേഷു. ഏത് സ്ത്രീയിലാണെങ്കിലും ആ ചോറ്റാനിക്കര അമ്മയാണ്
സ്ത്രീത്വം, ആ സ്ത്രീ എന്ന ഭാവത്തിൽ ഇരിക്കുന്നത്, പ്രകൃതി ഭാവത്തിൽ. അപ്പം ഏത് സ്ത്രീയെ നമസ്കരിച്ചാലും, അത് ഇനി അമ്മയെ നമസ്കരിച്ചാലും, ചേച്ചിയെ നമസ്കരിച്ചാലും, മുത്തശ്ശിയെ നമസ്കരിച്ചാലും, മറ്റേതെങ്കിലും അയൽക്കാരിയായിട്ടുള്ള വൃദ്ധയെ നമസ്കരിച്ചാലും, ഇനിയിപ്പോൾ ഒരു പിഞ്ചു ബാലികയെ നമസ്കരിച്ചാലും, പരമഹംസരൊക്കെ സ്വന്തം ഭാര്യയായിട്ടുള്ള ശാരദാദേവിയെ നമസ്കരിക്കുകയായിരുന്നു അത്രേ. എൻ്റെ ഭാര്യയായിട്ട് വന്നത് സാക്ഷാൽ ത്രിപുരസുന്ദരി ദേവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ നമസ്കരിക്കുകയായിരുന്നു അത്രേ. കാരണം ആരെയാ? ചോറ്റാനിക്കര അമ്മയാണ് നമസ്കരിക്കണത്. അപ്പൊ സ്ത്രീകളെ നമസ്കരിക്കുക. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ് നമ്മുടെ ശാസ്ത്രം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്ത്രീകളെ എവിടെ ബഹുമാനിക്കണോ അവിടെ എല്ലാ ദേവന്മാരും സന്തോഷിച്ചോളും. എല്ലാ ദേവന്മാരെയും നമസ്കരിച്ച പുണ്യം ഒരു സ്ത്രീയെ നമസ്കരിച്ചാൽ കിട്ടും. അപ്പൊ പിന്നെ ഒരു സ്ത്രീയെ വേദനിപ്പിച്ചാൽ കിട്ടുന്ന പാപത്തിന്റെ അളവ് പറയേണ്ട ആവശ്യമുണ്ടോ? എത്ര നാര്യസ്തു പൂജ്യന്ത, എവിടെയാണോ സ്ത്രീകളെ പൂജിക്കപ്പെടുന്നത്, ബഹുമാനിക്കുന്നത്, അവിടെ സർവ്വദേവന്മാരും സന്തോഷിക്കുകയാണ്. അപ്പോൾ ഓരോ വിഭാഗക്കാരെ അടുക്കും ചെട്ടിയോടും കൂടി ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെയും നമസ്കരിക്കാൻ കാണാൻ എളുപ്പമുണ്ട്. ഭാഗവതം കേൾക്കാൻ വരുമ്പോൾ 4 വിഭാഗക്കാരെ നമസ്കരിച്ചിട്ട് വേണം ഇരിക്കാമെന്നാണ് പറയുക. ആദ്യമായിട്ട് ഭഗവാനെ നമസ്കരിക്കണം. രണ്ടാമത് ഭാഗവത ഗ്രന്ഥത്തെ നമസ്കരിക്കണം. മൂന്നാമത് ഭാഗവതം പറയുന്ന ആചാര്യനെ നമസ്കരിക്കണം. നാലാമത് നമ്മൾ വരുന്നത് വരെ ഭാഗവതം കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കളെ നമസ്കരിക്കണം. ഇപ്പം കയറി വന്ന ആളേക്കാൾ കുറച്ചധികം കേട്ട ആളല്ലേ അവിടെ ഇരിക്കണത്? സംശയമില്ലല്ലോ. ഞാൻ ഇപ്പം കയറി വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നവരോ എന്നേക്കാൾ കൂടുതൽ ഭാഗവതം കേട്ടവരാണ്. അപ്പം അവരെയും നമസ്കരിക്കണം. ഈ 4 പേരെയും ഞാൻ നമസ്കരിക്കണു എന്ന് സങ്കല്പിച്ചിട്ട് വേണം നമസ്കരിക്കാനായിട്ട്. ഓരോ നമസ്കാരത്തിനും സങ്കല്പമുണ്ട്. ഇവിടെ ഭാഗവതത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ, ഭാഗവത ഗ്രന്ഥം, ആചാര്യൻ, ശ്രോതാക്കൾ, ഇവർ 4 പേരെയും നമസ്കരിച്ചിട്ട് വേണം. അപ്പോൾ അതിന് പാകത്തിന് ശ്രോതാക്കളെ അടുക്കും ചെട്ടിയോടും കൂടി നാരദ മഹർഷി അവിടെ ഇരുത്തി സനകാദികളെ നമസ്കരിച്ചു. ഭാഗവതം പറയാൻ തുടങ്ങി. സനകാദികൾ പറഞ്ഞു, ഭാഗവതം പറയുന്നതിന് മുമ്പ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയണം. ഭാഗവത മാഹാത്മ്യം പറഞ്ഞു. ഗ്രന്ഥോ 18 സഹസ്ര 12 സ്കന്ധ സംഹിത, 18,000 ശ്ലോകങ്ങളുള്ള 12 സ്കന്ധങ്ങളോടുകൂടിയ ഈ ഭാഗവതം പരീക്ഷിൽ ശുഖസംവാദ ശൃണു ഭാഗവതം. പരീക്ഷത്തിന് ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞുകൊടുത്ത ഭാഗവതത്തെ കേൾക്കൂ എന്ന് പറയുക. ഈ ഭാഗവതം മുഴങ്ങുന്ന ഭവനം, ഏത് ഭവനത്തിലാണോ നിത്യേന ഭാഗവതം മുഴങ്ങണത്, തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. ഏത് വീട്ടിലാണോ എന്നും ഭാഗവതം വായിക്കുന്നത്, ആ വീട് തീർത്ഥമാണ്. അവിടെ താമസിച്ചാൽ മതി പാപം പോവാനായിട്ട്. പിന്നെ ഭാഗവത യജ്ഞം നടക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. ന ഗംഗ ന ഗയ ന കാശി പുഷ്കരം ജ പ്രയാഗകം ശുഖശാസ്ത്ര കഥായാം ഫലേന സമതം നയേത്. ഭാഗവത സപ്താഹം നടക്കുന്ന സ്ഥലത്ത് ഗംഗയേക്കാൾ പുണ്യമുണ്ട്, കാശിയിൽ പോയതിനേക്കാൾ പുണ്യമുണ്ട്, പുഷ്കരത്തിൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ്, ആ പുഷ്കരത്തിൽ പോണതിനേക്കാൾ പ്രാധാന്യമുണ്ട്. പ്രയാഗയിൽ പോവുക, കുംഭമേള നടന്ന പ്രയാഗ, ആ പ്രയാഗയിൽ പോകുന്നതിനേക്കാൾ പുണ്യം സപ്താഹം നടക്കുന്ന സ്ഥലത്ത് ഉണ്ട്. ഇത് പറയണത് സനകാദികളാണ്. എല്ലാവർക്കും പ്രയാഗയിൽ കുംഭമേളയ്ക്ക് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും കാശിയിലോ പുഷ്കരത്തിലോ പോയിക്കൊള്ളണമെന്നില്ല. ഭാഗവതം നടക്കുന്ന സ്ഥലത്ത് ചെന്നാൽ മതി. ഭാഗവത സപ്താഹം നടക്കുന്ന സ്ഥലത്ത് ഉള്ള പുണ്യം ഈ ഗയയിലും കാശിയിലും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുക. മറ്റു സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കാശിയിലവുണ്ട്, ദിവസം മെനക്കെടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ താമസവും ഭക്ഷണവും അവിടുത്തെ ഭാഷയും ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാൽ സപ്താഹം പരിഭ്രമിക്കേണ്ട കാര്യമില്ല, നമ്മുടെ നാട്ടിൽ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ കഴിഞ്ഞ വർഷം 50 ആചാര്യന്മാർ പങ്കെടുത്ത സപ്താഹമാണ് നടന്നത്. 50 പേര് പാരായണം ചെയ്തു. 25 ആചാര്യന്മാരുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നടന്ന സപ്താഹത്തിൽ. ഇപ്രാവശ്യം ഇതാ 2 സപ്താഹങ്ങൾ. ഇപ്പോൾ പതിവ് പോലെയുള്ള 51ാമത്തെ വർഷത്തിലെ സപ്താഹവും ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ ആ ഭാഗവത ഹംസം വെള്ളിയൂരിൻ്റെ ഇല്ലത്തുനിന്ന് വന്നിട്ട് വെള്ളിയൂർ നടത്തുന്നതായിട്ടുള്ള ആ സപ്താഹവും
ഓഗസ്റ്റ് മാസം 4 മുതൽ 11 വരെയായിട്ട്. ആ ഭാഗവതം നടന്നുകൊണ്ടിരിക്കുന്നു. വന്നിരിക്കുക എത്രയേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. പിന്നെന്താ പറ്റുന്ന വെച്ചാൽ നമ്മളെ കൊണ്ട് വഴിപാടുകളോ സമർപ്പണങ്ങളോ എന്താ വെച്ചാൽ നമ്മളെ പറ്റുന്ന പോലെ ചെയ്തോളൂ. അത് അവരവർക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ഭാഗവതം ധാരാളം നടക്കുന്നുണ്ട്, അവിടെ പോയി ഇരിക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഈ മാസം അവസാനം 25-ാം തീയതി മുതൽ, ഓഗസ്റ്റ് മാസം 25 മുതൽ 108 ആചാര്യന്മാർ പങ്കെടുക്കുന്ന ഭാഗവത പാരായണം നടക്കുകയാണ് തൃശ്ശൂർ തിരുവമ്പാടി അമ്പലത്തിൽ. 108 പേര് ആയി കഴിഞ്ഞു പാരായണത്തിന്. ആർക്ക് വേണമെങ്കിൽ വന്ന് പാരായണം ചെയ്യാം. 9 ദിവസമായിട്ടാണ് അവിടെ പാരായണം നടക്കുന്നത്. സന്യാസിവര്യന്മാരാണ് അവിടുത്തെ പ്രഭാഷണം സന്യാസിവര്യന്മാരാണ്. 108 പേര് ഒരുമിച്ചിരുന്നുള്ള വായനയാണ്. ഇവിടുത്തെ യജ്ഞം 23-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ദിവസം അവിടെ 25-ാം തീയതി അവിടെ തുടങ്ങി കഴിഞ്ഞു. പല ഭാഗത്തുനിന്നും, കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഭാരതത്തിൻ്റെ പല ഭാഗത്തുനിന്നും പങ്കെടുക്കുന്ന 108 ആചാര്യന്മാരാണ്. ഇനി 109-ാമതായിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് വരണോ, വന്നോളൂ, ഭാഗവതമായിട്ട് വന്നോളൂ. എത്ര പേര് വന്നാലും അവിടെ ഭാഗവത പാരായണം കൂടെ ഇരുന്ന് ചെയ്യാം. 108 ആളുടെ കൂടെ ഇരുന്ന് 109-ാമത്തെ 110-ാമത്തെ ആളായിട്ട് ഇരുന്ന് ഭാഗവതം പാരായണം ചെയ്യാം. പൂർണ്ണമായിട്ടും സാവധാനത്തിൽ ആണ് പാരായണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള യജ്ഞമാണ്. ഉച്ചയ്ക്ക് ഓരോ ദിവസവും ഓരോ സന്യാസിവര്യന്മാരുടെ പ്രഭാഷണങ്ങൾ. എൻ്റെ വിശദമായ വിവരങ്ങളും വേണമെങ്കിൽ തരാം. അപ്പോൾ യജ്ഞങ്ങൾ വായിക്കാനോ പറയാനോ കേൾക്കാനോ ഒക്കെ അവസരങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ അത് പ്രയോജനപ്പെടുത്തുക വേണ്ടു. സനകാദികൾ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ, ജീവിച്ചിരിക്കുമ്പോൾ മഹാപാപങ്ങൾ ചെയ്തിട്ട് മരിച്ചുപോയ ആൾക്കാരുണ്ട്. മരിച്ചു പോയിട്ട് ഗതി കിട്ടാണ്ട് നടക്കുന്ന മഹാപ്രേതങ്ങൾക്കും ഭാഗവതം കൊണ്ട്, ഭാഗവത സപ്താഹം കൊണ്ട് ഗതി കിട്ടും എന്ന് പറഞ്ഞ് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. തുംഗഭദ്ര നദീതീരത്ത് ആത്മദേവൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് ദുന്ധുലി എന്നു പേരുള്ള ഒരു ഭാര്യ. ഈ ആത്മദേവനാണെങ്കിൽ ദ്വിതീയ യുവ ഭാസ്കര എന്ന ആത്മദേവനെ കുറിച്ച് പറഞ്ഞത് ഒരു 2ാമത്തെ സൂര്യനാണ് തോന്നുന്നത്രേ. കാരണം നല്ല തേജസ്, നല്ല അറിവ് ഉള്ള സർവ്വയോഗ്യതകളും ചേർന്നതായിട്ടുള്ള ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ദുന്ധുലിയാണെങ്കിൽ കലഹപ്രിയ. രണ്ടുപേരെ തമ്മിൽ കലഹിപ്പിക്കുന്നതിലാണ് അവൾക്ക് താല്പര്യം. കൂടഭാഷിണ, മറ്റുള്ളവരുടെ കുറ്റം പറയലാണ് സന്തോഷം. ഇങ്ങനെ ദുന്ധുലി ആത്മദേവ ദമ്പതിമാർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. സങ്കടത്തോടു കൂടി അദ്ദേഹം കാട്ടിൽ പോയി കുട്ടികളില്ലാണ്ട് ജീവിക്കുക പറഞ്ഞാൽ അത് നല്ലൊരു ജീവിതമല്ല എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ഒരു കാട്ടിലെ വല്ല നദിയിലും ചാടി മരിച്ചാലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു സജ്ജനത്തെ കണ്ടു അത്രേ, ഒരു സന്യാസിയെ കണ്ടു. എന്താ ദുഃഖം എന്ന് ചോദിച്ചു. ദുഃഖ കാരണം പറഞ്ഞു. അപ്പോൾ സന്യാസി പറഞ്ഞു, അങ്ങേക്ക് 7 ജന്മത്തിൽ സന്താനങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, 7 ജന്മത്തിലെ കാര്യങ്ങൾ എൻ്റെ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങ് സാധാരണക്കാരനല്ല, സിദ്ധനാണ്. എനിക്ക് അങ്ങയുടെ സിദ്ധി കൊണ്ട് ഒരു സന്താനം ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. വല്ലാണ്ട് വാശി പിടിച്ചപ്പോൾ ഒരു പഴം ജപിച്ചു കൊടുത്തു. ഭാര്യയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. സന്താനത്തെ വാത്സല്യിക്കാൻ ഭാഗ്യമുണ്ടാവും. വാത്സല്യിക്കാൻ ഭാഗ്യമുണ്ടാവുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, സന്താനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം. ആ പഴം കൊടുത്തു. പഴം കൊണ്ടുപോയിട്ട് ദുന്ധുലി എന്ന ഭാര്യയ്ക്ക് കൊടുത്തു. ആത്മദേവൻ ദുന്ധുലി ആ പഴം കഴിച്ചില്ല. കാരണം ദുന്ധുലിക്ക് ഗർഭം ധരിക്കലോ വേദന അനുഭവിക്കലോ പ്രസവിക്കലോ കുട്ടികളെ വളർത്തലോ ഇതൊന്നും താല്പര്യമില്ല. അത് കാരണം ആ പഴം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അനിയത്തി ഒരിക്കൽ വീട്ടിൽ വന്നതും അനിയത്തിയോട് ഈ ഒരു കാര്യം പറഞ്ഞു. സന്യാസി കൊടുത്ത പഴമാണ്, കഴിച്ചു എന്നുണ്ടെങ്കിൽ ഗർഭമൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കതൊന്നും പറ്റില്ല, ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അനിയത്തി പറഞ്ഞു, അത്രേ പഴം കഴിച്ചു എന്ന് പറഞ്ഞോളൂ, എന്നിട്ട് ഗർഭിണിയാണോ എന്ന് പറഞ്ഞോളൂ. അപ്പോൾ 10 മാസം കഴിഞ്ഞാൽ കുട്ടിയെ കാണിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, 10 മാസം കഴിഞ്ഞ് എൻ്റെ കുട്ടിയെ ഞാൻ അങ്ങോട്ട് തരാം. ആദ്യത്തെ പ്രസവമാവുകൊണ്ട് ജനിച്ച വീട്ടിലേക്ക് പോകണമല്ലോ ആദ്യ പ്രസവത്തിന്. നേരത്തെ കുട്ടി അങ്ങോട്ട് വന്നാൽ മതി, പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ വരാൻ പറഞ്ഞാൽ മതി. എൻ്റെ കുട്ടിയെ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഈ പഴം ഒരു പരീക്ഷണാർത്ഥം അവിടുത്തെ പശുവിന് കൊടുത്തു എന്ന് പറയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പശു ഗർഭിണിയായി.
അപ്പോൾ ദുന്ധുലി പറഞ്ഞു അത്രേ, ഞാൻ ഗർഭിണിയാണ്, അപ്പോൾ പ്രസവത്തിന് എന്തായാലും എൻ്റെ ഭവനത്തിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ പശുവും ഗർഭിണിയാണ്, അപ്പോൾ ഈ പശുവിനെ നോക്കാനും കാര്യങ്ങൾക്കൊന്നും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇല്ലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ദുന്ധുലി സ്വന്തം ഭവനത്തിലേക്ക് പോയി. ആത്മദേവൻ എന്ത് ചെയ്തു, പശുവിൻ്റെ ചുമതലയൊക്കെ അയൽക്കാരെ, പശുവിനെ നോക്കാനായിട്ട് ആൾക്കാരുണ്ടാവുമല്ലോ പല ഭവനങ്ങളിലും, അവരെ ഏൽപ്പിച്ചു അത്രേ, നിങ്ങൾ പശുവിനെ നോക്കിക്കോളൂ, ഞാൻ തീർത്ഥാടനത്തിന് പോവുകയാണ്, ഭാര്യ പ്രസവം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എന്താ ചെയ്യാം എന്ന് പറഞ്ഞു. ആത്മദേവൻ തീർത്ഥാടനം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞ് ഭാര്യാഗൃഹത്ത് ചെന്നപ്പോൾ അനിയത്തി പ്രസവിച്ച കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. ദുന്ധുലി എൻ്റെ കുട്ടിയാണ്, നമ്മുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ദുന്ധുലി എന്ന പേരിൻ്റെ കൂടെ ചെറിയൊരു മാറ്റം വരുത്തി ദുന്ധുകാരി എന്ന പേര് കൊടുത്തു ആ കുട്ടിക്ക്. ആത്മദേവൻ ആ സ്വന്തം ഇല്ലത്ത് വന്നപ്പോഴാണ് അവിടെ നടന്ന മറ്റൊരു അത്ഭുതം അറിഞ്ഞത്. അവിടെയുള്ള പശു പ്രസവിച്ചത് മനുഷ്യക്കുട്ടിയാണ്, ചെവി മാത്രം പശുവിൻ്റെ. ഗോകർണ ഇതി രൂപ ഗോകർണ ഇതി നാമ. ചെവി പശുവിൻ്റെ ചെവി പോലെയുള്ള രൂപത്തോടു കൂടി ജനിച്ച ഒരു മനുഷ്യക്കുട്ടി, അതുകൊണ്ട് നാമവും ഗോകർണൻ എന്ന് വന്നു. ഗോകർണൻ എന്ന പേര് കൊടുത്തു. ഇവിടെ പശു പ്രസവിച്ച മനുഷ്യക്കുട്ടി ഉണ്ടായി എന്ന് കണ്ടപ്പോഴേക്കും ദുന്ധുലിയെ വിളിച്ചു വരുത്തി, അതെ വേഗം പോലും നമുക്ക് ഒരു കുട്ടിയല്ലാട്ടോ 2 കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞു. ദുന്ധുലിക്ക് ആകെ വിഷമായി ഇത്രേ, ഒരു കുട്ടിയെ തന്നെ വളർത്താൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് പഴം കഴിക്കാണ്ടിരുന്നത്. ഇപ്പോഴത്തെ വേറൊരു കുട്ടി പശു പ്രസവിച്ചത് മനുഷ്യക്കുട്ടിയാണ്, ഇനിയിപ്പോൾ ആ കുട്ടിയെ കൂടി വളർത്തണം. ആ വിഷമവും പറഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞു അത്രേ, എനിക്ക് കുറേ കുട്ടികളെ വളർത്തി ശീലമുണ്ട്, അനിയത്തി കുറേ കുട്ടികളുണ്ട്, ഒരു കുട്ടിയെ കൂടി വളർത്താൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ചേച്ചി കൊടുക്കാമെന്ന് പറഞ്ഞത്. അവിടെ അനിയത്തിക്കാണെങ്കിൽ സമ്പത്തില്ലാത്തതുകൊണ്ടാണ് കുട്ടികളെ വളർത്താൻ പറ്റാത്തത്. ഈ ദുന്ധുലിക്കാണെങ്കിൽ കുട്ടികളെ വളർത്താൻ വയ്യ, താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ദുന്ധുലിയോട് ഈ അനിയത്തി എന്ത് പറഞ്ഞു അറിയോ, ഞാനും വരാം നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക്, എന്നിട്ട് ഈ കുട്ടിയെയും ആ പശു പ്രസവിച്ച കുട്ടിയെയും ഒക്കെ ഞാൻ വളർത്താം. അപ്പോൾ ഈ ദുന്ധുലിക്ക് പ്രസവിക്കാത്തത് കൊണ്ട് സ്ഥാനത്തിൽ പാലുണ്ടാവില്ലല്ലോ. ഈ അനിയത്തിക്കാണെങ്കിൽ പ്രസവിച്ചു, പാലുണ്ട് എന്ന്. അപ്പോൾ അനിയത്തിയുടെ കുട്ടി മരിച്ചു എന്ന് കള്ളം പറഞ്ഞ് ഈ അനിയത്തിയുടെ കുട്ടിയെ ദുന്ധുലിയുടെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലത്തേക്ക് കൊണ്ടുവന്നു. ആത്മദേവനോട് പറഞ്ഞു, അനിയത്തിക്ക് എന്തെങ്കിലും സമ്പത്തൊക്കെ കൊടുക്കണം, കാരണം ഇവിടെ കുട്ടികളെ നോക്കാനും പാല് കൊടുക്കാനും ഒക്കെ ആയിട്ട് അനിയത്തി വരികയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അനിയത്തിയെ കൊണ്ടുപോയി. അനിയത്തിയുടെ കുടുംബത്തിൻ്റെ ചിലവൊക്കെ ആത്മദേവൻ, സമ്പത്ത് എത്ര വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമില്ല, കാരണം ഒരു സന്താനം ഉണ്ടായാൽ മതി അദ്ദേഹത്തിന്. 2 കുട്ടികളെയും വളർത്തി 5 വയസ്സായി. 5 വയസ്സായാൽ ഉപനയനം. ആത്മദേവൻ 2 പേരുടെയും ഉപനയനം ഒരുപോലെ നടത്തി. ആ ഗോകർണൻ വേണ്ട പോലെ ആ സംസ്കാരത്തെ സ്വീകരിച്ചു. ഉപനയനം കഴിഞ്ഞാൽ പഠിക്കാൻ പോകണം. ഗോകർണൻ നല്ലൊരു ഗുരുദാസനെ കണ്ടെത്തി വിദ്യാഭ്യാസത്തിനായിട്ട് അന്വേഷിച്ച് പോയി. ദുന്ധുകാരിയോ മഹാധല, മഹാദുഷ്ടനായിട്ട് മാറിയിത്രേ. കാരണം എന്താ വെച്ചാൽ ഗർഭത്തിലിരിക്കുമ്പോൾ അമ്മ ചെയ്യുന്ന പ്രവൃത്തി അമ്മയുടെ മനസ്സ് കുട്ടിയെ ബാധിക്കും. അടുത്ത കാലത്ത് കുറേ കാലം മുമ്പൊന്നുമല്ല, ഒരു കുട്ടി ഏതാണ്ട് എണീറ്റ് നടക്കാറായപ്പോഴേക്കന്നെ വണ്ടി ഓടിക്കാനുള്ള താല്പര്യമാണ് അത്രേ. അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ അടുത്തിരുന്നിട്ട് അമ്മയുടെ മടിയിൽ നിന്ന് ഓരോന്ന് പറഞ്ഞു കൊടുത്തു അത്രേ, അതമർത്തു, ഇത് പിടിക്കൂ ഇത് പിടിക്കൂ എന്നൊക്കെ. 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, വർത്തമാനം പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെങ്ങനെ 1 വയസ്സോ 1.5 വയസ്സാക്കി കുട്ടി ഇത് പഠിച്ചത്? ഈ അമ്മ ഗർഭിണിയാവുമ്പോഴാണ് അത്ര അമ്മ ഡ്രൈവിങ് പഠിച്ചത്. അപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് ഈ കുട്ടി കേട്ടത് മുഴുവൻ എന്താ, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും, ഇതിങ്ങോട്ട് മാറ്റുമെന്നൊക്കെയാണ് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾ പറയണത്. അമ്മ ശരിക്കും പഠിച്ചൊന്നും ശരിയില്ല, പക്ഷേ ഗർഭത്ത് കിടന്ന് കുട്ടി ശരിക്കും പഠിച്ചു. അപ്പോൾ ഗർഭത്തിൽ കിടക്കുന്ന സമയത്തുള്ള അമ്മയുടെ മാനസികാവസ്ഥ കുട്ടിയെ ബാധിക്കും. ഈ ദുന്ധുലിയുടെ അനിയത്തി എന്തുപദേശം കൊടുത്ത ദുന്ധുലിക്ക്? ഗർഭിണിയല്ലാത്ത ദുന്ധുലി ഗർഭിണിയാണ് എന്ന് പറയണം. സാധാരണ എന്തെങ്കിലും ഒരു കളവ് പറയുന്നത് പോലെയാണോ ഗർഭിണി അല്ലാത്ത ഒരാൾ ആണോ എന്ന് പറയുന്നത്? ഈശ്വരന് മാത്രം കഴിയുന്ന ആ ഒരു ഗർഭത്തിൽ ജീവൻ കൊടുക്കാൻ സാധിക്കുക എന്നുള്ള കർമ്മത്തെ ഇല്ലാത്തതിനുണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരാളെ കണ്ടു, ഇനിയിപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടിപ്പോൾ വലിയ ദോഷമൊന്നുമില്ല. കളവ് തന്നെയാണ്, പക്ഷേ വലിയ അപകടമൊന്നുമില്ല. ഇത്
ആ സൃഷ്ടിയെയാണ് നിഷേധിച്ചും കൊണ്ട് പറയണത്. ഗർഭിണിയല്ലാണ്ട് ഗർഭിണിയാണെന്ന് പറയൂ എന്ന് പറഞ്ഞു കൊടുക്കുക. എത്ര വലിയൊരു പാപമാണ് ആ അമ്മ ചെയ്യുന്നത്. ആ പാപം അവൾ പ്രസവിച്ചാൽ ദുന്തുവാരിയിൽ ചെയ്യേണ്ടിയിരിക്കുകയോ? മഹാസജ്ജനമായിട്ടുള്ള ആത്മദേവനെ വഞ്ചിക്കാനാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഈ ഉണ്ടാവണ കുട്ടി വഞ്ചിക്കുകയല്ലേ ചെയ്യുക? ബന്ധുകാരി എന്തൊക്കെ അപകടം കാണിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വന്തം അമ്മയെ അടിക്കുക, ഉപദ്രവിക്കുക എന്നുള്ള അവസ്ഥയാണ്. എന്നിട്ട് ചോദിച്ചത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ളത് കിട്ടിയതെടുത്ത് അമ്മയെ എറിയുക. കുറേ കഴിഞ്ഞപ്പോൾ ദുന്ദുലിക്ക് തോന്നി, ഇത്രേ എൻ്റെ മകനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മയെ അങ്ങനെ ചെയ്യരുത്, അമ്മയെ അങ്ങനെ ചെയ്യരുത്, അമ്മയുടെ നേരെ അങ്ങനെ ചെയ്യരുത് എന്ന് ആത്മദേവൻ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ ദുന്ദുലി മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയല്ലല്ലോ എന്നത്. അനിയത്തിയുടെ കുട്ടിയല്ലേ. ദുന്ധുകാരി ചെയ്തതായിട്ടുള്ള അക്രമത്തിന് കണക്കൊന്നുമില്ല. അവസാനം ദുന്ധുകാരിയുടെ ദുഷ്പ്രവൃത്തി കൊണ്ട് ആത്മദേവൻ സങ്കടപ്പെട്ടിരിക്കുക, ഇറങ്ങി പോകാനും വയ്യ അവിടുന്ന്. അപ്പോഴാണ് ഗോകർണൻ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നത്. ഗോകർണൻ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നപ്പോൾ അച്ഛൻ വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു, അച്ഛാ എന്തിനായി വിഷമെന്ന് ചോദിച്ചു. പറഞ്ഞു, നിന്റെ ഏട്ടനായിട്ടുള്ള ദുന്ധുകാരിയുടെ ദുഷ്പ്രവൃത്തി കണ്ടിട്ടാണ്, എല്ലാവരെയും വേദനിപ്പിക്കുന്ന അവൻ്റെ പ്രവൃത്തി കണ്ടിട്ടാണ്. എന്തിനാ അച്ഛാ അത് കാണുന്നതെന്ന് ചോദിച്ചു. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ആളുടെ പ്രവൃത്തി എന്തിനാ കാണുന്നത്? എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞു. അത് ആരാ ചോദിച്ചു? ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാൽ, ഭാഗവതം ദശമസ്കന്ധത്തിൽ പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ആരാ? ശ്രീകൃഷ്ണൻ. എല്ലാവരെയും തൻ്റെ കളികളെ കൊണ്ട്, തൻ്റെ കാര്യത്തെ കൊണ്ട് സന്തോഷിപ്പിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾക്കുവച്ച ആത്മദേവന് പിന്നെ ഒരു സംശയം ഉണ്ടായില്ല. അദ്ദേഹം ഭാഗവതം ദശമസ്കന്ധം വായിച്ചും കൊണ്ട് പിന്നെയുള്ള കാലം ജീവിച്ചു. ത്രൈലത്ത് നിന്നില്ല, ഇറങ്ങിപ്പോയി. കാരണം എന്താ? സന്തോഷം തരുന്ന കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുക, സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. രാവിലെ എണീറ്റിപ്പോൾ സന്ധ്യാസമയമായി. ഇതിനിടയ്ക്ക് നമ്മളെ ആളുകൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനെ മാത്രം രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കുക. ഇന്നെനിക്കൊരു ലേശം നേരം വേഗം തൊഴുതു പോരാന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ആ ഒരു ഭാഗവത മാഹാത്മ്യം നടക്കേണ്ടത് എന്നത്. ഒന്നവിടെ ഇരുന്ന് പോരാൻ ചോദിച്ചപ്പോഴേക്കും നല്ല മഴയും പെയ്തു, കുടയുണ്ടായില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ചു നേരം കേട്ടു. എത്ര മണിക്കൂർ ഇരുന്ന് കേൾക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല, മഴ കാരണം പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് അവിടെ നിന്ന് കേട്ടു. അത് മതി, ആ കേട്ടതിനെ ഉറക്കുക. ഉച്ചയ്ക്ക് ചിലപ്പോൾ സമയത്ത് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കൂട്ടാൻ സാധ് വിചാരിച്ച പോലെ ആയിട്ടുണ്ടാവില്ല. അതൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നല്ലത്, സന്തോഷം തരുന്നത് എന്തുണ്ടായിട്ടുണ്ടോ, സന്തോഷം തരുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ട് കിടക്കുക രാത്രി. അതിന് പകരം ഞാൻ രാവിലെ തന്നെ കണി കണ്ടത് ഇഷ്ടമില്ലാത്തയാളാണ്, ചിന്തിക്കേ വേണ്ടെന്നാണ് പറഞ്ഞത്. അയാളുടെ വഴിക്ക് പോയി, അയാളെ ചിന്തിക്കണ്ട. നമുക്കിഷ്ടമുള്ള എത്ര പേരെ കണ്ടു അത് മാത്രം ചിന്തിക്കുക. പച്ചക്കറി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല പച്ചക്കറി ഉണ്ടാവും, കേടുവന്നത് ഉണ്ടാവും, മൂത്തത് ഉണ്ടാവും, മൂക്കാത്തത് ഉണ്ടാവും. ചിലതൊക്കെ മൂത്തത് വാങ്ങണം, ചിലത് മൂക്കാത്തത് വാങ്ങണം. ഇപ്പം വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ നല്ലോണം മൂത്തത് വാങ്ങിയേ പറ്റുമോ? ഇല്ല, അത് മുറിക്കാനും പോലും പറ്റില്ല. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് നല്ല ഇളയതായിട്ടുള്ളത് വാങ്ങണം, അധികം മൂത്ത് വാങ്ങിയാൽ പറ്റില്ല. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. എന്നാൽ പച്ചമുളകൊക്കെ വാങ്ങുകയാണ് വിചാരിക്കുക. തീരെ മൂക്കാത്ത പച്ചമുളക് വാങ്ങിയാൽ അതിൻ്റെ ഗുണം ഉണ്ടാവുമോ? എരിവുണ്ടാവുമോ? അതില്ല. അത് നല്ലോണം മൂത്ത് പഴുക്കണേൻ്റെ തൊട്ട് മുമ്പുള്ളതായിട്ട് അത് വാങ്ങണം. അപ്പോൾ ഓരോന്നും വാങ്ങുമ്പോൾ അതിൻ്റെ ഇപ്പോൾ കായ വാങ്ങുക. വാഴക്കൊലയിൽ വന്ന് വാഴ കാറ്റിട്ട് ഒടിഞ്ഞു വീണ കൊല കൊണ്ട് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കടയിൽ. ആരെങ്കിലും വാങ്ങാനിച്ചാൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കണം. അത് വാങ്ങിക്കൊണ്ട് വെച്ചാൽ പഴമായി മാറുമോ? അതില്ല, നല്ലോണം മൂത്ത് പഴുക്കാൻ പാകമായത് വേണം വാങ്ങാൻ. അപ്പോൾ ഓരോന്നും വാങ്ങുമ്പോൾ അതിന് യോജിച്ചത് വാങ്ങണം. യോജിക്കാത്തത് അവിടെ ഉണ്ടാവും, നമുക്ക് പറ്റാത്ത അവിടെ ഉണ്ടാവും. അതിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല.
അത് പറ്റില്ല കേട്ടോ. നിങ്ങൾ മൂത്ത വെണ്ടയ്ക്കും മുക്കാത്ത വെണ്ടയ്ക്കും ഒക്കെ ഒന്നിച്ചേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ആരും പറയില്ല. കാരണം നമ്മൾ കാശ് കൊടുത്തിട്ടാണ് വാങ്ങണത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സുഖങ്ങളും ദുഃഖങ്ങളും മുഴുവൻ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുക തന്നെയാണ്. നമ്മളെപ്പോഴാണ് കാശ് കൊടുത്തത്? കഴിഞ്ഞ ജന്മത്തിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങട് ആരോടെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ജന്മത്തിൽ ചീത്തയായിട്ട് കേൾക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആർക്കെങ്കിലും സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സന്തോഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ജന്മത്തിൽ നമുക്ക് സന്തോഷമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ കൊടുത്തത് തന്നെയാണ്. അപ്പം നമ്മൾ എന്തേ വേണ്ടൂ? നല്ലതിന് വേണ്ടി മാത്രം കൊടുത്തു വെച്ചാൽ മതി. സന്തോഷം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത് ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും സന്തോഷം ഉണ്ടാക്കുന്നത് മാത്രം ചെയ്താൽ മതി. അവനവൻ്റെ കർമ്മങ്ങൾ. ഇവിടെ ആത്മദേവൻ തൻ്റെ ദുഃഖങ്ങളുണ്ടാക്കുന്ന മകനെയും വിട്ടു, തനിക്ക് സന്തോഷം തരുന്നതായിട്ടുള്ള ഗോകർണനെയും വിട്ട് ഈ കണ്ണനെ പിടിച്ചു. ഗോകർണനെ കൂടെ നിന്നില്ല. ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്യണ മകനാണ് ഗോകർണൻ എന്ന് പറഞ്ഞ് ഗോകർണന്റെ കൂടെ നിന്നില്ല. ദുന്ധുകാരി എന്ന മകനെയും വിട്ടു, ആ ഗോകർണൻ എന്ന മകനെയും വിട്ട് കൃഷ്ണൻ എന്ന മകൻ്റെ പിന്നാലെ പോയി. കൃഷ്ണന്റെ കഥകളുടെ പിന്നാലെ പോയി. ആത്മദേവൻ പിന്നെയുള്ള കാലം ആനന്ദപൂർവ്വം കഴിഞ്ഞു. ഗോകർണനും തീർത്ഥയാത്ര ആയിട്ട് നടന്നു. അതിനുശേഷമാണ് ദുന്ധുകാരിയായി ഇപ്പോൾ വീട്ടിലെ കാരണവർ. കാരണം അനിയനും ഇല്ല ചോദിക്കാൻ, അച്ഛനും ഇല്ല ചോദിക്കാൻ. ദുന്ധുകാരി കൊള്ളയും കൊലയും ഒക്കെ നടത്താൻ തുടങ്ങി. വേശ്യാസ്ത്രീകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തുടങ്ങി. അവിടെ ചോദ്യം ചെയ്ത അമ്മയെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു. ഇതിലപ്പുറം ദുന്ധുലിക്ക് വേറെ വല്ലതും കിട്ടാണ്ടോ? സ്വന്തം മകൻ എന്ന് വിചാരിച്ച് വളർത്തിയ അനിയത്തിയുടെ മകൻ്റെ കൈകൊണ്ട് കിണറ്റിലേക്ക് തള്ളിയിട്ട് അവിടെ കിടന്ന് വെള്ളം പോലും കിട്ടാണ്ട് മരിക്കേണ്ട ഒരവസ്ഥ. അല്ലെ, ദുന്ധുലി ചെയ്ത കർമ്മങ്ങളുടെ ഫലം തന്നെ അനുഭവിച്ചത്. അവസാനം ഈ വേശ്യ സ്ത്രീകളെ നോക്കണം എന്നുണ്ടെങ്കിൽ സമ്പത്ത് നല്ലോണം വേണം. ഇപ്പം കല്യാണം കഴിച്ചൊരു ഭാര്യയെ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് വരുമാനം കുറവാണെങ്കിലും ഭാര്യ ചിലപ്പോൾ ഉള്ളതുകൊണ്ട് ആ സാരല്ലേ നമുക്കുള്ളത് കൊണ്ട് കഴിയാം എന്ന് പറഞ്ഞ് സ്നേഹമുണ്ടെങ്കിൽ അവിടെ മറ്റ് കുറവുകളൊന്നും അധികം നോക്കില്ല. വേശ്യ സ്ത്രീകൾക്ക് വല്ല സ്നേഹം ഉണ്ടാവുമോ? അവർക്ക് സ്നേഹം എന്തിനോടാ? ഈ വരുന്ന ആളുടെ കയ്യിലെ പണത്തിനോട് മാത്രമാണ്. അപ്പം പണമില്ലാച്ചാൽ ഞങ്ങളാരും കൂടെ നിൽക്കില്ല എന്ന് പറയുമ്പോൾ ദുന്ധുകാരി പണം ഉണ്ടാക്കാൻ വേണ്ടി പോവും. എത്ര പണം കിട്ടിയാലും പോരാ. കൊള്ളയും കൊലയും നടന്ന് ഒരു ദിവസം രാജഭണ്ഡാരം മോഷ്ടിച്ചു കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ ഈ വേശ്യാസ്ത്രീകൾ എന്ത് ചെയ്തു? ഇത് മുഴുവൻ സ്വന്താക്കാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന ദുന്ധുകാരിയെ നിഗ്രഹിച്ചു. എങ്ങനെ? കട്ടിൽ കിടക്കുമ്പോൾ കൈയും കാലും ഒക്കെ വലിച്ചു കെട്ടി, കഴുത്തിൽ കയറ് കെട്ടി, വരിഞ്ഞു മുറുകി. അപ്പോൾ വായ എങ്ങനെ തുറന്നപ്പോൾ അടുപ്പിൽ നിന്നും ചിരട്ടക്കനൽ കൊണ്ടുവന്ന് ആ വായയിലിട്ടു. കണ്ഠം എരിഞ്ഞെരിഞ്ഞാണ് ആ ദുന്ധുകാരി മരിച്ചത്. മഹാപ്രേതമായിട്ട് മാറി. ആ ഇല്ലത്ത് ആരുമില്ലല്ലോ. അപ്പോൾ ആ പ്രേതം ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് കിടന്നു ആ ഇല്ലത്തിൻ്റെ പറമ്പിൽ. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഗോകർണന് ജ്ഞാനദൃഷ്ടിയിൽ മനസ്സിലായി തൻ്റെ അനിയൻ, തൻ്റെ ഏട്ടൻ മരിച്ചു. അദ്ദേഹം ഗയയിലുള്ള സമയത്തായിരുന്നു. ഗയയിൽ ചെന്ന് ഗയാശ്രാദ്ധം ഊട്ടി. കുറച്ച് കാലം കഴിഞ്ഞ് നാട്ടിലൂടെ വന്നപ്പോൾ തൻ്റെ ആ ഇല്ലപ്പറമ്പ് കാട് പിടിച്ച് കിടക്കുന്നത് കണ്ട് അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ കിടക്കുമ്പോഴാണ് രാത്രി എന്തോ ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോൾ ഒരു ആനയെ കാണുന്നു. രാത്രി പെട്ടെന്ന് മുമ്പിൽ ഒരു ആനയെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കില്ലേ? അദ്ദേഹത്തിന് പേടിയൊന്നും ഉണ്ടായില്ല. കാരണം എന്താ? ഭക്തന്മാർക്ക് പേടി ഉണ്ടാവില്ല. ഒരാനയെ കണ്ടു. സഗൃഹസ്തി, ഇതെന്താ ആനയാണോ ഇവിടെ? തൻ്റെ ഇല്ലപ്പുറമ്പിലെങ്ങനെ ആന വരിക എന്നൊക്കെ ചിന്തിച്ചു. പെട്ടെന്നത് പോത്തായിട്ട് മാറി. ഇത്രേ പെട്ടെന്നത് കാറ്റായിട്ട് മാറി. പെട്ടെന്ന് വെയിലായിട്ട് വെളിച്ചമായിട്ട് മാറണോ? ഇങ്ങനെ പല പല രൂപത്തിൽ. ചിലപ്പോൾ സ്ത്രീയാവണോ, ചിലപ്പോൾ പുരുഷനാവണോ. അല്ലേ, സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ പേടിച്ച് ബോധം കിട്ടിയിട്ടുണ്ടാവും. രാത്രിയിൽ ഒരാനയുടെ രൂപം കണ്ട് പെട്ടെന്ന് പോത്തിൻ്റെ രൂപമൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ ബോധം കിട്ടില്ലേ? ഈ ഭക്തന്മാർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലായി. ചോദിച്ചു, നീ ആരാ? പ്രേതമാണോ, പിശാചാണോ, രാക്ഷസനാണോ, ആരാ ചോദിച്ചു. സംസാരിക്കാൻ പറ്റുന്നില്ലേ ആ പ്രേതത്തിന്. വേഗം തൻ്റെ കമണ്ടിൽ ജലം തളിച്ചപ്പോൾ ആ രൂപം അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ ഏട്ടനായിട്ടുള്ള ദുന്ധുകാരിയാണ്, ഗതികിട്ട പ്രേതമായിട്ട് അലഞ്ഞു നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഞാൻ ഗയയിൽ പോയിട്ട് ശ്രാദ്ധ കൂട്ടിയിട്ടുണ്ടല്ലോ.
എന്നിട്ടും ഗതി കിട്ടിയില്ലേ? ആ ദുന്ധുകാരിയുടെ പ്രേതം പറയുക, ഗയാശ്രാദ്ധ ശതേനാപി, ഒരു 100 ഗയാശ്രാദ്ധ കൂട്ടിയാലും ഗതി കിട്ടാത്ത അത്രയും പാപം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗോകർണം പറഞ്ഞു, നോക്കട്ടെ എന്താ പരിഹാരം ചെയ്യാൻ പറ്റുക. പിറ്റേ ദിവസം ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് ദുന്ധുകാരിയുടെ പ്രേതത്തിന് ഗതി കൊടുക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു അത്രേ സൂര്യനോട്. ജഗത്സാക്ഷിൻ, ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ് സൂര്യൻ. സൂര്യദേവ, ഗയാശ്രാദ്ധം കൊണ്ട് ഗതി കിട്ടാത്ത പ്രേതത്തിന് ഗതി കിട്ടാൻ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ സൂര്യൻ പറഞ്ഞു അത്രേ, ഭാഗവതം സപ്താഹമായിട്ട് കേൾപ്പിക്കൂ. അപ്പോൾ ഈ സൂര്യോദയം ആയപ്പോഴേക്കും ആ വഴിക്ക് നടന്നു പോകുന്ന ആൾക്കാർ കണ്ടു, ഇത് ആരാ ആത്മദേവന്റെ ഇല്ലത്തിൽ ആരാണ് നിൽക്കുന്നത്? ചെന്ന് നോക്കിയപ്പോൾ ഗോകർണനാണ്. അപ്പോൾ ഗോകർണം വന്നറിഞ്ഞ് ഒരുപാട് പേര് വന്നു. അവരോട് ഗോകർണം പറഞ്ഞു, എനിക്കിവിടെ ഒരു സപ്താഹം നടത്തണം, എൻ്റെ ഏട്ടനായ ആ ദുന്ധുകാരിയുടെ പ്രേതത്തിന് ഗതി കിട്ടാൻ സപ്താഹം നടത്തണം എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനായിട്ട് ആളുകൾ വന്നു. പന്തലൊക്കെ ഇട്ടു. അത് പ്രേതമാണ് കേൾക്കാനായിട്ടുള്ള ആൾ, പ്രധാന ആൾ. അപ്പോൾ കസേരയിട്ട് കൊടുത്തൊന്നും പ്രേതത്തിന് കസേരയിലൊക്കെ ആയാലും ഇരിക്കാൻ പറ്റില്ല. ഒരു മുള കുഴിച്ചിട്ട് ആ മുളന്തണ്ടിൻ്റെ ഉള്ളിൽ പ്രേതത്തെ ആവാഹിച്ചു വെച്ച് ഭാഗവതം ആരംഭിച്ചു അത്രേ. 1-ാം ദിവസം സമർപ്പിച്ചപ്പോഴേക്കും മുളയുടെ ഒരു തണ്ടങ്ങോട്ട് പൊട്ടി. 2-ാം ദിവസം ആയപ്പോഴേക്കും 2-ാമത്തെ തണ്ട് പൊട്ടി. 7-ാം ദിവസം ആയപ്പോഴേക്കും ആ മുള 2ആയിട്ട് പിളർന്ന് വിഷ്ണു രൂപം ആ മുളയിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോൾ ആ വിഷ്ണുരൂപത്തെ കൊണ്ടുപോകാനായിട്ട് വിഷ്ണു ദൂതന്മാർ വന്നപ്പോൾ അവരോട് ഈ ഗോകർണം ചോദിച്ചു, ഇവിടെ എത്രയോ ആളുകൾ ഭാഗവതം കേട്ടു, ഈ പ്രേതത്തിന് മാത്രം എന്താ ഗതി കിട്ടിയത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രവണസ്യ ഭേദേന, അത് കേട്ടതിൻ്റെ ശ്രദ്ധ കുറവാണ് എന്ന് പറഞ്ഞു. പ്രേതം എനിക്കിനി ഈ ഭാഗവതമല്ലാണ്ട് ഒന്നും രക്ഷയില്ല എന്ന ഭാവത്തോടുകൂടി കേട്ടു, അതുകൊണ്ട് ഗതി കിട്ടി. ബാക്കിയുള്ളവരൊക്കെ ഒഴിവുള്ള സമയത്ത് കേൾക്കണു, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓരോന്നും ചിന്തിച്ചിരിക്കണു. ഈ പ്രേതം രാത്രി മുഴുവൻ എന്ത് ചെയ്യും? പകല് കേട്ട കാര്യങ്ങളെ തന്നെ മനനം ചെയ്യും. രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും ഭാഗവതം ആരംഭിക്കും, വൈകുന്നേരം വരെ കേൾക്കും, രാത്രി കേട്ടതിനെ തന്നെ ചിന്തിക്കും. ഇങ്ങനെ 7 രാവും പകലും ഭാഗവത ചിന്ത മാത്രം ചെയ്യവഴി പ്രേതത്തിന് വിഷ്ണു രൂപം കിട്ടി എന്ന് പറഞ്ഞു. ആ ഭാഗവതം ഇത്രയ്ക്ക് ശ്രദ്ധിക്കണമല്ലേ? കേട്ട കാര്യങ്ങളെ ആലോചിക്കണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിടന്നുറങ്ങുമ്പോൾ ഇന്ന് ഞാൻ കേട്ട കാര്യങ്ങൾ, ഭാഗവതത്തിലെ കേട്ട കാര്യങ്ങൾ. അപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു അത്രേ, എന്നാൽ ഒരു സപ്താഹം കൂടി നടത്തണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അന്ന് മാഹാത്മ്യത്തോടുകൂടി അടുത്ത സപ്താഹം ആരംഭിച്ചു. ആ സപ്താഹത്തോടുകൂടി പറയണു, തദ്ഗ്രാമേ സ്ഥിതേ ജീവ ആശ്വചാണ്ടാളഭോഗരം, ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വൈകുണ്ഠം കിട്ടി എന്ന് പറയുക. പണ്ട് അയോധ്യാവാസികൾ മുഴുവൻ ശ്രീരാമേന്ദ്രൻ്റെ കൂടെ എങ്ങനെയാണോ സരയൂ നദിയിൽ മുങ്ങി വൈകുണ്ഠത്തിലെത്തിയത്, അതുപോലെ ഗോകർണൻ്റെ 2-ാമത്തെ സപ്താഹം കേട്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തി എന്ന് പറയുക. ഈ ഭാഗവതം നാളെ മുതൽ നമ്മൾ ആരംഭിക്കും എന്ന് പറഞ്ഞ് സനകാദികൾ ഭാഗവത മാഹാത്മ്യം പറഞ്ഞു നിർത്തി. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ഈശ്വര ആരാധന, സന്ധ്യാവന്ദനാദി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഭാഗവതം ആരംഭിച്ചു. ഭഗവാനെ നാമം കൊണ്ട് ആരാധിച്ച് ഭാഗവത ഗ്രന്ഥത്തെ നമസ്കരിച്ച് ഭാഗവത പാരായണം. 7-ാം ദിവസം സമർപ്പണ സമയമായപ്പോഴേക്കും സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി അവിടെ വന്നു എന്ന് പറയുക. സനകാദികൾ സപ്താഹം പൂർണ്ണമാകുമ്പോഴേക്കും ശ്രീശുക ബ്രഹ്മർഷി വന്നിട്ട് പറഞ്ഞു, വിപദ ഭാഗവതം രസം മുഹുരഹോ. ഒരു സപ്താഹം കേട്ടു എന്ന് വിചാരിച്ച് നിർത്തണ്ട കേട്ടോ, മുഹുരഹോ എന്നാ പറഞ്ഞത്. വീണ്ടും 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 കേട്ടോളൂ ഭാഗവതം എന്ന് ശ്രീശുക ബ്രഹ്മർഷി തന്നെ വന്ന് പറഞ്ഞു. അപ്പോഴേക്കും സാക്ഷാൽ ഹരിരാവിരാസീത്, സാക്ഷാൽ മഹാവിഷ്ണു അവിടെ വന്നു പറയും. പ്രഹ്ലാദൻ, അർജുനൻ, ധ്രുവൻ, മഹാബലി തുടങ്ങിയ അനവധി ഭക്തന്മാരോടുകൂടി ഭഗവാൻ അവിടെ വന്നു. ആ സനകാദികളെയും ഭാഗവതം സപ്താഹം സംഘടിപ്പിച്ച നാരദ മഹർഷിയെയും ഒക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് വരാ വേണ്ടത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എവിടെയൊക്കെ ഭാഗവതം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വായിക്കുന്നവരെയും കേൾക്കുന്നവരെയും ഒക്കെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നോളാം എന്ന് വാക്ക് കൊടുത്തു അത്രേ.
മാഹാത്മ്യം കഴിയുമ്പോഴേക്ക് തന്നെ ആ ജ്ഞാനവൈരാഗ്യങ്ങൾ കുട്ടികളായിട്ട് ആജ്ഞശാലയിലേക്ക് വന്നു എന്ന് പറയുക ഹരിദ്വാറിലേക്ക്. ഭാഗവതം തുടങ്ങിയിട്ടില്ല, മാഹാത്മ്യം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്ന നാമം ജപിച്ചുകൊണ്ട് 5 വയസ്സുള്ള കുട്ടികളായിട്ട് യശോദാദേവിയുടെ 2 കൈയും പിടിച്ച് ബലരാമനും കൃഷ്ണനും എങ്ങനെയാണോ ഓടി വരിക, ഇതുപോലെ ഭക്തി തൻ്റെ കുട്ടികൾക്ക് വാർദ്ധക്യമൊക്കെ പോയി 5 വയസ്സുള്ള കുട്ടികളായിട്ട് മാറി ജ്ഞാനവൈരാഗ്യങ്ങൾ. നമുക്ക് നാളെ രാവിലെ മുതൽ ആരംഭിക്കുന്ന ഈ ഭാഗവത സപ്താഹത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ. അവർക്ക് ചൊരാനിക്കരമ്മയുടെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭാഗവത കഥ കേട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മഹാത്മ്യ വാക്കുകൾ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കാം. രാവിലെ പ്രഭാത ശിവേലി കഴിഞ്ഞാൽ ഇവിടെ യജ്ഞം ആരംഭിക്കും. ആദ്യം ശ്രീപരമേശ്വരൻ രാധാദേവിയെ സ്തുതിക്കുന്ന രാധാകൃപാകടാക്ഷ സ്തോത്രം എന്ന 16 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടാണ് ആരംഭിക്കുക. പിന്നെ ബലരാമസ്വാമി ശ്രീകൃഷ്ണനെ വന്ദിക്കുന്ന ശ്ലോകമാണ്. അതിനുശേഷം പാരായണവും പ്രഭാഷണവും ഇടവിട്ട് ഒരു 8 മണിക്ക് ഒരു 7:45 മുതൽ ഒരു അരമണിക്കൂർ ഇടവേള ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ പാരായണ പ്രഭാഷകന്മാരും രാവിലെ പ്രഭാതശിവയ്ക്ക് ശേഷം ഭാഗവതം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.